ഈ വീഡിയോ LPST, UPST പരീക്ഷയുടെ ഡീറ്റെയിൽഡ് സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ ഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ആദ്യകാല പ്രക്ഷോഭങ്ങൾ. പഴശ്ശിരാജ. ചോദ്യം 1. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 2. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ. ചോദ്യം 3. പഴശ്ശിരാജ ഏത് രാജവംശത്തിലെ അംഗമായിരുന്നു? ഉത്തരം കോട്ടയം രാജവംശം, മലബാർ. ചോദ്യം 4. കോട്ടയം രാജവംശത്തിന്റെ ഏത് കോവിലകത്താണ് പഴശ്ശിരാജ ജനിച്ചത്? ഉത്തരം പടിഞ്ഞാറേ കോവിലകം. ചോദ്യം 5. പഴശ്ശിരാജ ജനിച്ച വർഷം ഏതാണ്? ഉത്തരം 1753 ജനുവരി 3. ചോദ്യം 6. പഴശ്ശിരാജ ജനിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ പഴശ്ശി മട്ടന്നൂരിനടുത്ത്. ചോദ്യം 7. ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ അഥവാ ഒളിയുദ്ധം വിജയകരമായി പ്രയോഗിച്ച കേരളീയ ഭരണാധികാരി ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 8. പഴശ്ശിരാജയുടെ ഒളിയുദ്ധ താവളമായിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം വയനാടൻ കാടുകൾ. ചോദ്യം 9. എത്ര പഴശ്ശി വിപ്ലവങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നത്? ഉത്തരം 2. ഒന്നാം പഴശ്ശി വിപ്ലവം, രണ്ടാം പഴശ്ശി വിപ്ലവം. ചോദ്യം 10. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം 1793 മുതൽ 1797 വരെ. ചോദ്യം 11. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണ്? ഉത്തരം 1800 മുതൽ 1805 വരെ. ചോദ്യം 12. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്തെ നികുതി പിരിവ് അവകാശം പഴശ്ശിക്കു പകരം അമ്മാവനായ കുറുമ്പ്രനാട് രാജാവിന് നൽകിയത്. ചോദ്യം 13. പഴശ്ശിരാജയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് ആരായിരുന്നു? ഉത്തരം വീരവർമ്മ. ചോദ്യം 14. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം വയനാട് പ്രദേശം ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്. ചോദ്യം 15. പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകളിൽ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? ഉത്തരം കൊട്ടിയോട്ട് രാജ്, കോട്ടയം രാജാവ്. ചോദ്യം 16. പഴശ്ശിരാജയുടെ പ്രമുഖ സേനാപതിയും കുറിച്യ സൈന്യാധിപനുമായിരുന്ന കുറിച്യ നേതാവ് ആരാണ്? ഉത്തരം തലക്കൽ ചന്തു. ചോദ്യം 17. പഴശ്ശിരാജയുടെ പ്രധാന ഉപദേശകനും വലങ്കയുമായിരുന്ന നായർ പടത്തലവൻ ആരാണ്? ഉത്തരം എടച്ചേന കുങ്കൻ. ചോദ്യം 18. എടച്ചേന കുങ്കന്റെ സഹോദരൻ ആരായിരുന്നു? ഉത്തരം എടച്ചേന ഒതേനൻ. ചോദ്യം 19. പഴശ്ശിരാജയുടെ വിശ്വസ്തനായ കൽപ്പള്ളിക്കാരിയോട് ബന്ധപ്പെട്ട വിപ്ലവകാരി ആരാണ്? ഉത്തരം കണ്ണവത്ത് നമ്പ്യാർ. ചോദ്യം 20. പഴശ്ശിരാജയെ പിടികൂടാൻ സഹായിച്ച മലബാറിലെ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ഉത്തരം തോമസ് ഹാർവി ബാബർ, TH ബാബർ. ചോദ്യം 21. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പ്രശസ്തമായ പനമരം കോട്ട ആക്രമണം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1802 ഒക്ടോബർ 11. ചോദ്യം 22. പനമരം കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഉത്തരം എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും. ചോദ്യം 23. പനമരം കോട്ട ആക്രമണത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ഡിക്കൻസൺ. ചോദ്യം 24. പഴശ്ശിരാജ രക്തസാക്ഷിത്വം വരിച്ച തീയതി ഏതാണ്? ഉത്തരം 1805 നവംബർ 30. ചോദ്യം 25. പഴശ്ശിരാജ വീരമൃത്യു വരിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം പുൽപ്പള്ളിക്കടുത്തുള്ള മാവിൻതോട്, മാവിലത്തോട്, വയനാട്. ചോദ്യം 26. പഴശ്ശിരാജയുടെ ഭൗതികശരീരം സംസ്കരിച്ച സ്ഥലം എവിടെയാണ്? ഉത്തരം മാനന്തവാടി. ചോദ്യം 27. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം സർദാർ KM പണിക്കർ. ചോദ്യം 28. സർദാർ KM പണിക്കരുടെ കേരള സിംഹം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 29. പഴശ്ശിരാജയെക്കുറിച്ചുള്ള കേരള സിംഹം നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1941. ചോദ്യം 30. പഴശ്ശിരാജാവിനെ വീരമൃത്യുവിലേക്ക് നയിച്ച മാവിൻതോട്ടിലെ ഏറ്റുമുട്ടലിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം തോമസ് ഹാർവി ബാബർ.
ചോദ്യം 31. പഴശ്ശിരാജയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ അടക്കം ചെയ്യാൻ ഉത്തരവിട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം: തോമസ് ഹാർവി ബാബർ. ചോദ്യം 32. പഴശ്ശിരാജയുടെ മരണശേഷം തോമസ് ഹാർവി ബാബർ എഴുതിയ പ്രശസ്തമായ കുറിപ്പ് ഏതാണ്? ഉത്തരം: You have subject one of the most remarkable men in India. ഇന്ത്യയിലെ പ്രമുഖരായ ഭരണാധികാരികളിൽ ഒരാളെയാണ് നിങ്ങൾ കീഴടക്കിയത്. ചോദ്യം 33. പഴശ്ശി വിപ്ലവങ്ങളിൽ പഴശ്ശിയെ പിന്തുണച്ച കാടുകളിലെ ആദിവാസി വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം: കുറിച്യരും കുറുമ്പരും. ചോദ്യം 34. പഴശ്ശിരാജ സ്ഥാപിച്ച പ്രധാന കോട്ട സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം: പുരളിമല, മട്ടന്നൂരിനടുത്ത്. ചോദ്യം 35. പഴശ്ശിരാജയുടെ പ്രധാന യുദ്ധത്താവളങ്ങളിൽ ഒന്നായ പുരളിമല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം: കണ്ണൂർ. ചോദ്യം 36. പഴശ്ശിരാജയെയും അനുയായികളെയും അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രത്യേക പോലീസ് സേന ഏതാണ്? ഉത്തരം: കോൾക്കാർ. ചോദ്യം 37. കോൾക്കാർ സേനയ്ക്ക് രൂപം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഉത്തരം: ആർതർ വെല്ലസ്ലി. ആർതർ വെൽസ്ലി, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ചോദ്യം 38. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ തോൽപ്പിച്ച ഏത് പ്രശസ്ത വ്യക്തിയാണ് പഴശ്ശിരാജയ്ക്കെതിരെ വയനാട്ടിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത്? ഉത്തരം: ആർതർ വെല്ലസ്ലി അഥവാ വില്ലിംഗ്ടൺ പ്രഭു. ചോദ്യം 39. ആർതർ വെല്ലസ്ലി മലബാറിൽ ബ്രിട്ടീഷ് സൈനിക കമാൻഡറായി സേവനമനുഷ്ഠിച്ച കാലഘട്ടം ഏതാണ്? ഉത്തരം: 1800 മുതൽ 1804 വരെ. ചോദ്യം 40. പഴശ്ശിരാജയുടെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം: കൈതേരി മാക്കം. ചോദ്യം 41. കൈതേരി മാക്കത്തിന്റെ ജന്മദേശം ഏതാണ്? ഉത്തരം: കൈതേരി, കണ്ണൂർ. ചോദ്യം 42. പഴശ്ശിരാജയുടെ പ്രമുഖ പടത്തലവന്മാരിൽ ഒരാളായ കൈതേരി അമ്പു ഏത് പ്രശസ്ത വനിതയുടെ സഹോദരനായിരുന്നു? ഉത്തരം: കൈതേരി മാക്കം, പഴശ്ശിയുടെ ഭാര്യ. ചോദ്യം 43. പഴശ്ശിരാജയുടെ പ്രമുഖ സഖ്യകക്ഷിയായിരുന്ന ചിറ്റൂർ നമ്പൂതിരി ഏത് പ്രദേശത്തുകാരനായിരുന്നു? ഉത്തരം: കാസർകോട്, കണ്ണൂർ അതിർത്തി പ്രദേശം. ചോദ്യം 44. പഴശ്ശി വിപ്ലവത്തിന് പിന്തുണ നൽകിയ വള്ളിയൂർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: മാനന്തവാടി, വയനാട്. ചോദ്യം 45. 1792-ൽ ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും ഒപ്പുവെച്ച ഏത് സന്ധിക്കുശേഷമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്? ഉത്തരം: ശ്രീരംഗപട്ടണം സന്ധി, ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ചോദ്യം 46. ശ്രീരംഗപട്ടണം സന്ധി നടന്ന വർഷം ഏതാണ്? ഉത്തരം: 1792 മാർച്ച് 18. ചോദ്യം 47. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നികുതി തർക്കത്തിലായതിനെ തുടർന്ന് പഴശ്ശിരാജ കോട്ടയം കൊട്ടാരം ഉപേക്ഷിച്ച് വയനാടൻ കാടുകളിലേക്ക് പിന്മാറിയ വർഷം ഏതാണ്? ഉത്തരം: 1796. ചോദ്യം 48. 1797-ൽ ബ്രിട്ടീഷുകാരും പഴശ്ശിരാജാവും തമ്മിൽ താത്കാലിക സന്ധിയിലെത്താൻ മധ്യസ്ഥത വഹിച്ചത് ആരാണ്? ഉത്തരം: ചിറ്റക്കൽ രാജാവ്. ചോദ്യം 49. 1797-ലെ കരാർ പ്രകാരം പഴശ്ശിരാജാവിന് ബ്രിട്ടീഷുകാർ നൽകിയ വാർഷിക പെൻഷൻ തുക എത്രയായിരുന്നു? ഉത്തരം: 8000 രൂപ. ചോദ്യം 50. 1799-ൽ നാലാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടതിനുശേഷം ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിച്ച പ്രദേശം ഏതാണ്? ഉത്തരം: വയനാട്. ചോദ്യം 51. വയനാട് സ്വന്തം ഭൂപ്രദേശമാണെന്ന് വാദിച്ച് ബ്രിട്ടീഷുകാരെ എതിർത്ത ഭരണാധികാരി ആരാണ്? ഉത്തരം: പഴശ്ശിരാജ. ചോദ്യം 52. തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ സ്ഥലം ഏതാണ്? ഉത്തരം: വയനാട്ടിലെ പനമരം കോളേജ് റോഡിനടുത്തുള്ള പനമരം മാവിൻ ചുവട്, ഹോളി മരച്ചുവട്, 1805 നവംബർ 15. ചോദ്യം 53. കണ്ണവത്ത് നമ്പ്യാരെയും മകനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ സ്ഥലം ഏതാണ്? ഉത്തരം: കണ്ണവം, കണ്ണൂർ. ചോദ്യം 54. പഴശ്ശിരാജയുടെ സ്മാരകം പഴശ്ശി ടൂം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: മാനന്തവാടി, വയനാട്. ചോദ്യം 55. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം: ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. ചോദ്യം 56. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം: കണ്ണൂർ. ചോദ്യം 57.
പഴശ്ശി ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം വളപട്ടണം പുഴ, കുയിലൂർ, മട്ടന്നൂർ. ചോദ്യം 58. പഴശ്ശിരാജ സാഗർ ജലസേചന പദ്ധതി ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 59. കേരളവർമ്മ പഴശ്ശിരാജ എന്ന പ്രശസ്ത സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ഹരിഹരൻ. ചോദ്യം 60. പഴശ്ശിരാജ എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് ആരാണ്? ഉത്തരം എം.ടി. വാസുദേവൻ നായർ. ചോദ്യം 61. 2009 പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൽ പഴശ്ശി രാജാവായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം മമ്മൂട്ടി. ചോദ്യം 62. കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിൽ തലക്കൽ ചന്തുവായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം മനോജ് കെ ജയൻ. ചോദ്യം 63. കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിൽ എടച്ചേന കുങ്കനായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം ശരത് കുമാർ. ചോദ്യം 64. 1964 പുറത്തിറങ്ങിയ പഴശ്ശിരാജ എന്ന ആദ്യ സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം കുഞ്ചാക്കോ. ചോദ്യം 65. 1964 പഴശ്ശിരാജ സിനിമയിൽ പഴശ്ശി രാജാവായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം കൊട്ടാരക്കര ശ്രീധരൻ നായർ. ചോദ്യം 66. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച പ്രകൃതിദത്തമായ യുദ്ധപാത ഏതാണ്? ഉത്തരം താമരശ്ശേരി ചുരം, പെരിയ ചുരം, കുറ്റ്യാടി ചുരം. ചോദ്യം 67. ബ്രിട്ടീഷ് സൈന്യത്തിന് വയനാട്ടിലേക്ക് കടക്കാൻ താമരശ്ശേരി ചുരം കാട്ടിക്കൊടുത്ത കരിന്തണ്ടൻ ഏത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടയാളാണ്? ഉത്തരം പണിയ വിഭാഗം. ചോദ്യം 68. പഴശ്ശിരാജയുടെ അനുയായിയായ പല്ലു റേമാൻ ഏത് നാട്ടുരാജ്യത്തിലെ പ്രമുഖനായിരുന്നു? ഉത്തരം കോട്ടയം രാജവംശം. ചോദ്യം 69. പഴശ്ശി വിപ്ലവകാലത്ത് മലബാർ കളക്ടറായിരുന്ന വ്യക്തി ആരാണ്? ഉത്തരം മേജർ മാക്ലിയോഡ്. ചോദ്യം 70. മലബാറിൽ ഭൂനികുതി വൻതോതിൽ വർദ്ധിപ്പിച്ച് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് വഴിവെച്ച ബ്രിട്ടീഷ് കളക്ടർ ആരാണ്? ഉത്തരം മേജർ മാക്ലിയോഡ്. ചോദ്യം 71. മേജർ മാക്ലിയോഡിന്റെ തെറ്റായ നികുതി നയം മൂലം രാജിവെക്കേണ്ടി വന്നതിനെ തുടർന്ന് മലബാറിൽ കളക്ടറായി വന്നത് ആരാണ്? ഉത്തരം തോമസ് വാർഡൻ. ചോദ്യം 72. പഴശ്ശിരാജയുടെ ഒളിയുധ തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം കേണൽ സ്റ്റീവൻസൺ. ചോദ്യം 73. പഴശ്ശിരാജയുടെ ആസ്ഥാനമായിരുന്ന പടിഞ്ഞാറേ കോവിലകം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം പഴശ്ശി കണ്ണൂർ. ചോദ്യം 74. പഴശ്ശിരാജാവിനെ കേരള സിംഹം എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ തന്റെ പുസ്തകത്തിലൂടെ. ചോദ്യം 75. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രശസ്ത ബ്രിട്ടീഷ് രേഖ ഏതാണ്? ഉത്തരം മലബാർ മാനുവൽ. ചോദ്യം 76. മലബാർ മാനുവൽ എഴുതിയ ബ്രിട്ടീഷ് കളക്ടർ ആരാണ്? ഉത്തരം വില്യം ലോഗൻ. ചോദ്യം 77. പഴശ്ശിരാജയുടെ മരണശേഷം 1812 വയനാട്ടിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപം ഏതാണ്? ഉത്തരം കുറിച്യ കലാപം. ചോദ്യം 78. 1812 കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ കുറിച്യ തലവൻ ആരാണ്? ഉത്തരം രാമൻ നമ്പി. ചോദ്യം 79. പഴശ്ശിരാജയുടെ ഒളിയുധത്തിൽ പങ്കെടുത്ത പ്രധാന മുസ്ലിം വംശജരായ പോരാളികൾ ആരെല്ലാം? ഉത്തരം ഉണ്ണിമൂസ മൂപ്പൻ, ആറ്റൻ കുരിക്കൾ. ചോദ്യം 80. ഏറനാടൻ മാപ്പിളമാരുടെ പിന്തുണ പഴശ്ശിരാജയ്ക്ക് ഉറപ്പാക്കിയ പ്രമുഖ നേതാവ് ആരാണ്? ഉത്തരം ഉണ്ണിമൂസ മൂപ്പൻ. ചോദ്യം 81. ഉണ്ണിമൂസ മൂപ്പൻ ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച വർഷം ഏതാണ്? ഉത്തരം 1802. ചോദ്യം 82. പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർക്കെതിരെ സഹായിച്ച വള്ളിയൂർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം കബനി നദി. ചോദ്യം 83. കോട്ടയം രാജ്യത്തിലെ നികുതി പണം ബ്രിട്ടീഷുകാർക്ക് നൽകാതെ പഴശ്ശിരാജ പിടിച്ചെടുത്ത വർഷം ഏതാണ്? ഉത്തരം 1795. ചോദ്യം 84. 1793 ബ്രിട്ടീഷുകാർ കുറുമ്പ്രനാട് രാജാവുമായി ഉണ്ടാക്കിയ നികുതി കരാറിന്റെ കാലാവധി എത്ര വർഷത്തേക്കായിരുന്നു? ഉത്തരം 1 വർഷം. ചോദ്യം 85. പഴശ്ശിരാജയുടെ പടത്തലവനായിരുന്ന എടച്ചേന കുങ്കൻ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആത്മഹത്യ ചെയ്ത വർഷം ഏതാണ്?
ഉത്തരം 1805 പഴശ്ശിയുടെ മരണശേഷം. ചോദ്യം 86. പഴശ്ശിരാജയുടെ സഖ്യകക്ഷിയായ കൽപ്പള്ളി കർണ്ണവർ ഏതു പ്രദേശത്തെ പ്രമുഖനായിരുന്നു? ഉത്തരം കണ്ണവം. ചോദ്യം 87. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾക്ക് ആയുധങ്ങൾ എത്തിച്ചു നൽകിയിരുന്ന പ്രധാന കേന്ദ്രങ്ങൾ ഏവയായിരുന്നു? ഉത്തരം മംഗലാപുരം, കൂർഗ് അതിർത്തികൾ. ചോദ്യം 88. ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം പഴശ്ശിരാജാവിനെ മാവിൻതോടിൽ വെച്ച് വെടിവെച്ചു കൊന്ന ബ്രിട്ടീഷ് സേനാവിഭാഗം ഏതാണ്? ഉത്തരം കോൾക്കാർ സംഘവും തോമസ് ബാബറുടെ പ്രത്യേക സേനയും. ചോദ്യം 89. പഴശ്ശിരാജ മരിച്ച മാവിൻതോടു ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാനന്തവാടി താലൂക്ക്, വയനാട്. ചോദ്യം 90. പഴശ്ശിരാജയുടെ സ്മരണാർത്ഥം കണ്ണൂർ സർവകലാശാല സ്ഥാപിച്ച ചെയർ ഏതാണ്? ഉത്തരം പഴശ്ശിരാജ ചെയർ. ചോദ്യം 91. പഴശ്ശിരാജ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പുൽപ്പള്ളി, വയനാട്. ചോദ്യം 92. കേരളത്തിൽ ആദ്യമായി റോഡ് മാർഗങ്ങളിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ തടയാൻ മരങ്ങൾ മുറിച്ചിട്ട് തടസ്സം സൃഷ്ടിച്ച തന്ത്രം ഉപയോഗിച്ചത് ആരാണ്? ഉത്തരം പഴശ്ശിരാജയും അനുയായികളും. ചോദ്യം 93. 1797 പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ സമാധാന ചർച്ച നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 94. പഴശ്ശിരാജയുടെ ജനനസ്ഥലം നിലവിൽ ഏത് നിയമസഭാ മണ്ഡലത്തിലാണ്? ഉത്തരം മട്ടന്നൂർ. ചോദ്യം 95. മലബാറിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയർന്ന ആദ്യത്തെ സംഘടിത സായുധ പ്രതിരോധം ഏതാണ്? ഉത്തരം ഒന്നാം പഴശ്ശി വിപ്ലവം. ചോദ്യം 96. മൈസൂർ ഭരണാധികാരിയായ ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താന്റെയും അധിനിവേശകാലത്ത് പഴശ്ശിരാജ എവിടെയാണ് അഭയം പ്രാപിച്ചിരുന്നത്? ഉത്തരം വയനാടൻ കാടുകളിൽ. ചോദ്യം 97. ഹൈദരാലിക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ പഴശ്ശിരാജ തുടക്കത്തിൽ തയ്യാറായ വർഷം ഏതാണ്? ഉത്തരം 1780. രണ്ടാം മൈസൂർ യുദ്ധകാലത്ത്. ചോദ്യം 98. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയുടെ കൊട്ടാരം കൊള്ളയടിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1796 ഏപ്രിൽ. ചോദ്യം 99. പഴശ്ശിരാജ വധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സായിരുന്നു പ്രായം? ഉത്തരം 52 വയസ്സ്. ചോദ്യം 100. പഴശ്ശിരാജയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം നിർമ്മിച്ച ബാനർ ഏതാണ്? ഉത്തരം ഗോകുലം മൂവീസ്, ശ്രീ ഗോകുലം ഗോപാലൻ. ചോദ്യം 101. പഴശ്ശിരാജയുടെ ഒളിയുധ ശൈലിയെ വിശേഷിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന പദം എന്തായിരുന്നു? ഉത്തരം കാട്ടുയുദ്ധം, ജംഗൽ വാർഫെയർ. ചോദ്യം 102. പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വയനാടൻ ചുരങ്ങളിൽ നടത്തിയ പ്രധാന യുദ്ധതന്ത്രം എന്തായിരുന്നു? ഉത്തരം ഗറില്ല ആക്രമണങ്ങൾ, ഗറില്ല ടാക്ടിക്സ്. ചോദ്യം 103. കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച പ്രധാന പരമ്പരാഗത ആയുധം ഏതായിരുന്നു? ഉത്തരം വില്ലും അമ്പും. ചോദ്യം 104. പഴശ്ശിരാജയുടെ പ്രധാന വിശ്വസ്തനായിരുന്ന തലക്കൽ ചന്തു ഏത് ആദിവാസി ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു? ഉത്തരം കുറിച്യ വിഭാഗം. ചോദ്യം 105. പഴശ്ശിരാജയുടെ പടത്തലവൻ എടച്ചേന കുങ്കൻ ഏത് പ്രദേശത്തെ പ്രമുഖ നായർ തറവാട്ടിലെ അംഗമായിരുന്നു? ഉത്തരം വയനാട്ടിലെ എടച്ചേന തറവാട്. ചോദ്യം 106. പഴശ്ശിരാജാവിനെ സഹായിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പ്രമുഖ ജന്മിയായ കണ്ണവത്ത് നമ്പ്യാരുടെ യഥാർത്ഥ പേരെന്തായിരുന്നു? ഉത്തരം രാമൻ നമ്പ്യാർ. ചോദ്യം 107. കണ്ണവത്ത് നമ്പ്യാരെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം ഏതാണ്? ഉത്തരം 1801 നവംബർ 27. പഴശ്ശിരാജയുടെ പ്രധാന അനുയായിയായിരുന്ന കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരെയും അദ്ദേഹത്തിന്റെ മകനെയും ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് കണ്ണൂർ ജില്ലയിലെ പാനൂർ മൂന്നാംപീടികയിലുള്ള ഒരു വലിയ ആൽമരത്തിലാണ്. ചോദ്യം 108. കണ്ണവത്ത് നമ്പ്യാർക്കൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ അദ്ദേഹത്തിന്റെ മകന്റെ പേരെന്തായിരുന്നു? ഉത്തരം അമ്പു നമ്പ്യാർ. ചോദ്യം 109. പഴശ്ശിരാജയുടെ സേനയിൽ ചേർന്ന വടകരയിലെ പ്രമുഖ മാപ്പിള പോരാളി ആരായിരുന്നു? ഉത്തരം ആറ്റൻകുരിക്കൾ. ചോദ്യം 110. ആറ്റൻകുരിക്കൾ ബ്രിട്ടീഷ് സൈന്യത്താൽ വധിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1800. ചോദ്യം 111. പഴശ്ശിരാജയുടെ ഒളിയുദ്ധ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട പൂരക്കാട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? ഉത്തരം മാനന്തവാടി. ചോദ്യം 112.
പഴശ്ശി സമരം നടന്ന കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഉത്തരം ബാലരാമവർമ്മ. ചോദ്യം 113. പഴശ്ശി സമരം നടന്ന കാലഘട്ടത്തിൽ കൊച്ചി ഭരിച്ചിരുന്ന രാജാവ് ആരായിരുന്നു? ഉത്തരം ശക്തൻ തമ്പുരാൻ. ചോദ്യം 114. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ പഴശ്ശിരാജാവിന് സാമ്പത്തികവും സൈനികവുമായ സഹായങ്ങൾ നൽകാൻ തയ്യാറായ മൈസൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ടിപ്പു സുൽത്താൻ. ചോദ്യം 115. 1790കളിൽ പഴശ്ശിരാജാവും ടിപ്പു സുൽത്താനും തമ്മിൽ ധാരണയിലായ സന്ധി ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശി ടിപ്പു ധാരണ. ചോദ്യം 116. പഴശ്ശിരാജയുടെ പടത്തലവന്മാരിൽ ഒരാളായ കൈതേരി അമ്പു ഏത് പ്രമുഖ യുദ്ധത്തിലാണ് കേണൽ ഡൗവിൻ സൈന്യത്തെ പരാജയപ്പെടുത്തിയത്? ഉത്തരം പെരിയ ചുരം യുദ്ധം 1797. ചോദ്യം 117. 1797-ൽ പെരിയ ചുരത്തിൽ വെച്ച് ബ്രിട്ടീഷ് സേനയെ മുട്ടുകുത്തിച്ച പഴശ്ശി സേനയ്ക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഉത്തരം കൈതേരി അമ്പുവും എടച്ചേന കുങ്കനും. ചോദ്യം 118. പെരിയ ചുരം യുദ്ധത്തിൽ വധിക്കപ്പെട്ട പ്രമുഖ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആരാണ്? ഉത്തരം മേജർ കാമറൂൺ. അദ്ദേഹത്തോടൊപ്പം ലഫ്റ്റനന്റ് നഗന്റ്, ലഫ്റ്റനന്റ് മാഡ്ജ്, ലഫ്റ്റനന്റ് റൂഡർമാൻ എന്നിവരും കൊല്ലപ്പെട്ടു. ചോദ്യം 119. പഴശ്ശിരാജയുടെ സൈനിക താവളമായിരുന്ന കോട്ടയം ഇന്നത്തെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കണ്ണൂർ, കോട്ടയം, മലബാർ. ശ്രദ്ധിക്കുക, തെക്കൻ കേരളത്തിലെ കോട്ടയം ജില്ലയല്ല ഇത്. തലശ്ശേരിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയം മലബാർ എന്ന സ്ഥലമാണിത്. പഴശ്ശിരാജയുടെ കോവിലകം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ചോദ്യം 120. മലബാറിലെ കോട്ടയം പ്രദേശം തിരുവിതാംകൂറിലെ കോട്ടയത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന പേര് എന്താണ്? ഉത്തരം കൊട്ടിയോട്ട്. ചോദ്യം 121. 1792-ൽ ബ്രിട്ടീഷുകാർ കുറുമ്പ്രനാട് രാജാവിന് നികുതി പിരിവ് നൽകിയപ്പോൾ അതിനെതിരെ ആദ്യമായി പരസ്യമായി പ്രതിഷേധിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 122. പഴശ്ശിരാജ തനിക്ക് കിട്ടേണ്ട നികുതി തുക തിരികെ പിടിക്കാൻ സ്വന്തമായി ആൾക്കാരെ അയച്ച് ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ച വർഷം ഏതാണ്? ഉത്തരം 1793. ചോദ്യം 123. 1796-ൽ ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയുടെ കൊട്ടാരം ആക്രമിച്ചപ്പോൾ സേനയ്ക്ക് നേതൃത്വം നൽകിയ മലബാർ കമ്മീഷണർ ആരാണ്? ഉത്തരം റോബർട്ട് റിക്കാർഡ്സ്. ചോദ്യം 124. 1796-ൽ ബ്രിട്ടീഷ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പഴശ്ശിരാജ എങ്ങോട്ടാണ് പിന്മാറിയത്? ഉത്തരം പുരളിമല കാടുകളിലേക്ക്. ചോദ്യം 125. പുരളിമല കാടുകളിൽ നിന്ന് പഴശ്ശിരാജ പിന്നീട് തന്റെ ആസ്ഥാനം മാറ്റിയത് എങ്ങോട്ടാണ്? ഉത്തരം വയനാട്ടിലേക്ക്. ചോദ്യം 126. പഴശ്ശിരാജാവിനെ സഹായിക്കുന്ന ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ശിക്ഷ എന്തായിരുന്നു? ഉത്തരം നാടുകടത്തലും സ്വത്ത് കണ്ടുകെട്ടലും. ചോദ്യം 127. പഴശ്ശി വിപ്ലവത്തിൽ പങ്കെടുത്തതിന് ബ്രിട്ടീഷുകാർ നാടുകടത്തിയ പ്രമുഖ വ്യക്തി ആരാണ്? ഉത്തരം പല്ലൂർ ഏമാൻ. ചോദ്യം 128. പല്ലൂർ ഏമാനെ ബ്രിട്ടീഷുകാർ നാടുകടത്തിയത് എങ്ങോട്ടാണ്? ഉത്തരം അണ്ടമാൻ ദ്വീപുകളിലേക്ക്, പിന്നീട് മലാക്കയിലേക്ക്. ചോദ്യം 129. പഴശ്ശിരാജയുടെ സൈന്യത്തിന് പരിശീലനം നൽകാൻ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത ആയോധനകല ഏതാണ്? ഉത്തരം കളരിപ്പയറ്റ്. ചോദ്യം 130. പഴശ്ശിരാജയുടെ ഭരണകാലത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഉത്തരം ന്യായമായ നികുതി നിർണയവും കാർഷിക സംരക്ഷണവും. ചോദ്യം 131. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച മുള കൊണ്ടുള്ള യുദ്ധസാമഗ്രികൾ ഏവ? ഉത്തരം മുള അമ്പുകളും മുളക്കെണികളും. ചോദ്യം 132. 1800-ൽ ആർതർ വെല്ലസ്ലി മലബാറിലെത്തിയപ്പോൾ പഴശ്ശിരാജയെ നേരിടാൻ സ്വീകരിച്ച പ്രധാന തന്ത്രം എന്തായിരുന്നു? ഉത്തരം സൈനിക പോസ്റ്റുകളും റോഡുകളും നിർമ്മിച്ച് കാടുകൾ ഉപരോധിക്കുക. ചോദ്യം 133. വയനാട്ടിലേക്ക് സൈനിക നീക്കം എളുപ്പമാക്കാൻ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പ്രധാന റോഡ് ഏതാണ്? ഉത്തരം കുറ്റ്യാടി സൈനിക പാത. ചോദ്യം 134. പഴശ്ശിരാജാവിന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ വെല്ലസ്ലി എഴുതിയ സൈനിക കുറിപ്പുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം വെല്ലസ്ലീസ് ഡിസ്പാച്ചേഴ്സ്, വെല്ലിംഗ്ടൺസ് ഡിസ്പാച്ചേഴ്സ്.
ചോദ്യം 135. തോമസ് ഹാർവി ബാബർ മലബാറിൽ ബ്രിട്ടീഷ് സബ് കളക്ടറായി ചുമതലയേറ്റ വർഷം ഏതാണ്? ഉത്തരം 1804. ചോദ്യം 136. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ബാബർ ഉപയോഗിച്ച പ്രാദേശിക സേനയുടെ പേരെന്താണ്? ഉത്തരം സായുധ കോൾക്കാർ സേന. ചോദ്യം 137. പഴശ്ശിരാജയുടെ അന്ത്യത്തിന് വഴിതുറന്ന മാവിൻതോട് ഏറ്റുമുട്ടൽ നടന്ന തീയതി ഏതാണ്? ഉത്തരം 1805 നവംബർ 30 രാവിലെ. ചോദ്യം 138. മാവിൻതോടിൽ പഴശ്ശിരാജ തങ്ങിയിരുന്ന താവളം ബ്രിട്ടീഷുകാർക്ക് ചോർത്തി നൽകിയത് ആരാണ്? ഉത്തരം കരിമ്പിലിയൻ വംശജനായ ഒരു പ്രാദേശിക വഞ്ചകൻ. ചോദ്യം 139. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയത് ഏത് വാഹനത്തിലാണ്? ഉത്തരം ബാബറിന്റെ സ്വന്തം പല്ലക്കിൽ. ചോദ്യം 140. പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മാനന്തവാടിയിലെ പാർക്ക് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പഴശ്ശിരാജ സ്മൃതി മണ്ഡപം അഥവാ പൈതൃക ഉദ്യാനം. ചോദ്യം 141. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സ്വാതന്ത്ര്യസമര സേനാനി എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 142. പഴശ്ശിരാജയുടെ ഓർമ്മയ്ക്കായി കേരള സർക്കാർ നിർമ്മിച്ച പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 1976. ചോദ്യം 143. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശി സ്മാരകം ഏത് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം പഴശ്ശി കോവിലകത്തോട് അനുബന്ധിച്ചുള്ള കോംപ്ലക്സിൽ. ചോദ്യം 144. പഴശ്ശിരാജയുടെ അമ്മാവനായ വീരവർമ്മ രാജാവ് ഭരിച്ചിരുന്ന നാട്ടുരാജ്യം ഏതാണ്? ഉത്തരം കുറുമ്പ്രനാട്. ചോദ്യം 145. ബ്രിട്ടീഷുകാരുമായി വീരവർമ്മ രാജാവ് ഒപ്പുവെച്ച കരാറിനെ പഴശ്ശിരാജ എതിർക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ജനങ്ങൾക്ക് മേൽ അമിത നികുതി ചുമത്തിയതിനാലും കോട്ടയം രാജവംശത്തിന്റെ അവകാശം നിഷേധിച്ചതിനാലും. ചോദ്യം 146. 1795-ൽ കോട്ടയം രാജ്യത്തെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകരുതെന്ന് ആഹ്വാനം ചെയ്തത് ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 147. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ പരസ്യമായ കലാപ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? ഉത്തരം കോട്ടയം കൊട്ടാരത്തിൽ വെച്ച് 1793-94. ചോദ്യം 148. ബ്രിട്ടീഷ് സൈന്യം കോട്ടയം കൊട്ടാരം പിടിച്ചെടുത്തപ്പോൾ കൊട്ടാരത്തിലെ ക്ഷേത്ര വിഗ്രഹങ്ങൾ പഴശ്ശിരാജ എങ്ങോട്ട് മാറ്റി? ഉത്തരം വയനാടൻ കാടുകളിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക്. ചോദ്യം 149. പഴശ്ശിരാജയുടെ വിശ്വസ്ത സേനാനിയായിരുന്ന പല്ലൂർ ഏമാന്റെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉത്തരം ഏമാൻ നായർ. ചോദ്യം 150. പഴശ്ശിരാജയുടെ മരണശേഷം ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എന്ത് ചെയ്തു? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഖജനാവിലേക്ക് കണ്ടുകെട്ടി. ചോദ്യം 151. പഴശ്ശിരാജാവിനെക്കുറിച്ച് ലയൺ ഓഫ് കേരള എന്ന് ആംഗലേയത്തിൽ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും ചരിത്രരേഖകളും. ചോദ്യം 152. പഴശ്ശിരാജയ്ക്ക് അമരത്വം നൽകിയ കേരള സിംഹം എന്ന പുസ്തകത്തിന്റെ സാഹിത്യരൂപം എന്താണ്? ഉത്തരം ചരിത്ര നോവൽ, ഹിസ്റ്റോറിക്കൽ നോവൽ. ചോദ്യം 153. സർദാർ കെ.എം. പണിക്കർ കേരള സിംഹം എഴുതാൻ പ്രചോദനമാക്കിയ ചരിത്ര സംഭവങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം പഴശ്ശി വിപ്ലവങ്ങൾ 1793 മുതൽ 1805 വരെ. ചോദ്യം 154. പഴശ്ശിരാജയുടെ സഹോദരിമാരുടെയും കുടുംബാംഗങ്ങളുടെയും സുരക്ഷയ്ക്കായി അദ്ദേഹം താവളമടിച്ചിരുന്ന സുരക്ഷിത പ്രദേശം ഏതാണ്? ഉത്തരം നിലമ്പൂർ കാടുകൾ അഥവാ കാസർഗോഡ് അതിർത്തികൾ. ചോദ്യം 155. 1802-ലെ പനമരം കോട്ട ആക്രമണത്തിൽ എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും വധിച്ച ബ്രിട്ടീഷ് സൈനികരുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം 70ഓളം സൂർത്തന്മാരും 2 ബ്രിട്ടീഷ് ഓഫീസർമാരും. സൂർത്തന്മാർ അഥവാ സൂറത്ത് സീപ്പോയ്സ് ബോംബെ നേറ്റീവ് ഇൻഫൻട്രി ബറ്റാലിയനിലെ 70ഓളം സിപായിമാർ. ചോദ്യം 156. പനമരം കോട്ട ആക്രമണത്തിനുശേഷം വിപ്ലവകാരികൾ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് ആയുധങ്ങൾ എത്രയായിരുന്നു? ഉത്തരം 112 തോക്കുകളും വെടിയുണ്ടകളും. ചോദ്യം 157.
പനമരം സംഭവം ബ്രിട്ടീഷ് ക്യാമ്പിൽ ഉണ്ടാക്കിയ ആഘാതത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം കേണൽ മകനൊച്ചി. ചോദ്യം 158. പനമരം ആക്രമണത്തിന് പ്രതികാരമായി ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നടപ്പിലാക്കിയ നയം എന്തായിരുന്നു? ഉത്തരം ഗ്രാമങ്ങൾ കത്തിക്കലും ക്രൂരമായ അടിച്ചമർത്തലും. ചോദ്യം 159. പഴശ്ശിരാജയുടെ പ്രധാന ധനകാര്യ കാര്യസ്ഥനായിരുന്ന പ്രമുഖ വ്യക്തി ആരാണ്? ഉത്തരം ചിറ്റൂർ കർത്താവ് അഥവാ കൈതേരി അമ്പു. ചോദ്യം 160. 1805 തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ ചതിയിലൂടെ പിടികൂടിയ സ്ഥലം ഏതാണ്? ഉത്തരം പെരിയ തറവാടിന് സമീപം. ചോദ്യം 161. തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റാൻ കാരണം എന്തായിരുന്നു? ഉത്തരം പനമരം കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയതിനും രാജാവിനെ ഒറ്റുകൊടുക്കാത്തതിനും. ചോദ്യം 162. തലക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? ഉത്തരം പനമരം, വയനാട്. ചോദ്യം 163. വയനാട്ടിലെ കുറിച്യ സമുദായത്തിന് പഴശ്ശിരാജ നൽകിയിരുന്ന ബഹുമാനസൂചകമായ പദവി എന്തായിരുന്നു? ഉത്തരം വിശ്വസ്ത വില്ലാളികൾ, റോയൽ ആർച്ചേഴ്സ്. ചോദ്യം 164. പഴശ്ശിരാജ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടാൻ രൂപീകരിച്ച കൂട്ടായ്മ ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം ജനകീയ കൂട്ടായ്മ ദേശവാഴികളുടെ സഖ്യം. ചോദ്യം 165. പഴശ്ശിരാജയെ പിന്തുണച്ച വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഏതാണ്? ഉത്തരം വനദുർഗ ഭഗവതി. ചോദ്യം 166. പഴശ്ശിരാജയുടെ പടയാളികൾ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അനുഗ്രഹം തേടിയിരുന്ന മാനന്തവാടിയിലെ പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? ഉത്തരം വള്ളിയൂർക്കാവ് ക്ഷേത്രം. ചോദ്യം 167. പഴശ്ശിരാജ നിർമ്മിച്ച കുറ്റ്യാടി ചുരത്തിലെ പ്രതിരോധ കോട്ട ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശിക്കോട്ട, കുറ്റ്യാടി. ചോദ്യം 168. പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം മാവിലത്തോടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് മാറ്റിയ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ക്ലാപ്പാം. ചോദ്യം 169. പഴശ്ശിരാജയുടെ മരണം സംഭവിച്ച സമയത്ത് കൂടിയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അവസാന വിശ്വസ്തൻ ആരാണ്? ഉത്തരം കണാരൻ നായർ. ചോദ്യം 170. പഴശ്ശിരാജ മാവിലത്തോടിൽ വെച്ച് സ്വന്തം മോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു എന്ന ഐതിഹ്യം തെറ്റാണെന്ന് തെളിയിച്ച ബ്രിട്ടീഷ് രേഖ ഏതാണ്? ഉത്തരം തോമസ് ബാബറുടെ ഒഫീഷ്യൽ റിപ്പോർട്ട്, ബാബേഴ്സ് റിപ്പോർട്ട് ടു ദ ബോർഡ് ഓഫ് റവന്യൂ. ചോദ്യം 171. തോമസ് ബാബറുടെ റിപ്പോർട്ട് പ്രകാരം പഴശ്ശിരാജയുടെ അന്ത്യം എങ്ങനെയായിരുന്നു? ഉത്തരം ബ്രിട്ടീഷ് സേനയുടെ വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത്. ചോദ്യം 172. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കൈതേരി മാക്കത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പെൻഷൻ തുക എത്രയായിരുന്നു? ഉത്തരം പ്രതിമാസം 50 രൂപ പെൻഷൻ തുക നൽകി. നാടുകടത്താതെ സംരക്ഷിച്ചു. ചോദ്യം 173. പഴശ്ശിരാജയുടെ കുടുംബാംഗങ്ങളെ ബ്രിട്ടീഷുകാർ തടവിലിട്ട സ്ഥലം ഏതാണ്? ഉത്തരം കണ്ണൂർ കോട്ട, ഫോർട്ട് സെയിന്റ് ആഞ്ചലോ. ചോദ്യം 174. കണ്ണൂർ കോട്ട നിർമ്മിച്ച വിദേശികൾ ആരാണ്? ഉത്തരം പോർച്ചുഗീസുകാർ, 1505. ചോദ്യം 175. പഴശ്ശി സമരം പരാജയപ്പെടാൻ ഇടയാക്കിയ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാരുടെ നവീകൃത ആയുധബലവും ചില പ്രാദേശിക കരിഞ്ചന്തക്കാരുടെയും വഞ്ചകരുടെയും ഒറ്റുകൊടുക്കലും. ചോദ്യം 176. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വിഷം പുരട്ടിയ അമ്പുകൾ നിർമ്മിച്ചിരുന്നത് ആരാണ്? ഉത്തരം കുറിച്യ ഗോത്രവർഗക്കാർ. ചോദ്യം 177. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ കാലം 12 വർഷത്തിലധികം പോരാട്ടം നയിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 178. പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച പഴശ്ശി ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായ വർഷം ഏതാണ്? ഉത്തരം 1979. ചോദ്യം 179. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഉത്തരം കുയിലൂർ, മട്ടന്നൂർ സമീപം. ചോദ്യം 180. പഴശ്ശിരാജ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പ്രധാന ചരിത്ര വസ്തുക്കൾ ഏതെല്ലാമാണ്? ഉത്തരം പുരാതന ആയുധങ്ങൾ, നാണയങ്ങൾ, ശില്പങ്ങൾ, ബ്രിട്ടീഷ് രേഖകൾ. ചോദ്യം 181. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബാപ്പുട്ടി രചിച്ച നാടകം ഏതാണ്? ഉത്തരം പഴശ്ശിരാജ. ചരിത്ര നാടകം.
ചോദ്യം 182. പഴശ്ശിരാജയെക്കുറിച്ചുള്ള സി.വി. രാമൻപിള്ളയുടെ ചരിത്രപശ്ചാത്തലമുള്ള പരാമർശങ്ങൾ ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഉത്തരം വിവിധ ചരിത്ര ഉപന്യാസങ്ങളിൽ. ചോദ്യം 183. മട്ടന്നൂരിനടുത്തുള്ള പഴശ്ശിരാജയുടെ ജന്മസ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള സാംസ്കാരിക കേന്ദ്രം ഏതാണ്? ഉത്തരം പഴശ്ശിരാജ സ്മാരകം. ചോദ്യം 184. പഴശ്ശിരാജയുടെ യുദ്ധകാലത്ത് അദ്ദേഹത്തെ സഹായിച്ച കടത്തനാട് രാജവംശം ഏത് പ്രദേശത്തായിരുന്നു? ഉത്തരം വടകര, കോഴിക്കോട്. ചോദ്യം 185. പഴശ്ശിരാജ വയനാട്ടിൽ നികുതി പിരിവ് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശി വിളംബരം അഥവാ നിഷേധ വിളംബരം. ചോദ്യം 186. പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാട്ടത്തിൽ സാമ്പത്തിക സഹായം നൽകിയ കോഴിക്കോട്ടെ പ്രമുഖ സാമൂതിരി കുടുംബാംഗങ്ങളുണ്ടോ? ഉത്തരം ഉണ്ട്, രഹസ്യമായി സാമ്പത്തിക പിന്തുണ നൽകിയിരുന്നു. ചോദ്യം 187. പഴശ്ശി വിപ്ലവത്തിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുകയും പിന്നീട് പഴശ്ശിക്കൊപ്പം ചേരുകയും ചെയ്ത പ്രമുഖനാരാണ്? ഉത്തരം കണ്ണാവത്ത് നമ്പ്യാർ. ചോദ്യം 188. പഴശ്ശിരാജയെ വീരമൃത്യുവിലേക്ക് നയിച്ച പോരാട്ടത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച സുബേദാർ ആരാണ്? ഉത്തരം സുബേദാർ ഷെയ്ഖ് അഹമ്മദ്. ചോദ്യം 189. പഴശ്ശിരാജയുടെ മൃതദേഹം അടക്കം ചെയ്ത മാനന്തവാടിയിലെ സ്ഥലം മുൻപ് ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നു? ഉത്തരം മാനന്തവാടി തെരുവ്, ബ്രിട്ടീഷ് സിമിത്തേരിക്ക് സമീപം. ചോദ്യം 190. പഴശ്ശിരാജയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയിൽ യങ് ഹസ്ബൻഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായി അഭിനയിച്ച വിദേശ നടൻ ആരാണ്? ഉത്തരം ഹാരി കീറ്റൺ. ചോദ്യം 191. പഴശ്ശിരാജ സിനിമയിൽ ഇളയരാജ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ രചിച്ചത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. ചോദ്യം 192. 2009 കേരളവർമ്മ പഴശ്ശിരാജ സിനിമയ്ക്ക് മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഇളയരാജ. ചോദ്യം 193. പഴശ്ശിരാജ സിനിമയിലെ മികച്ച ശബ്ദമിശ്രണത്തിന് ദേശീയ അവാർഡ് നേടിയ പ്രശസ്ത വ്യക്തി ആരാണ്? ഉത്തരം റസൂൽ പൂക്കുട്ടി. ചോദ്യം 194. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധങ്ങളിൽ വച്ച് ഏറ്റവും വലിയ കരയുദ്ധം നടന്നത് എവിടെയാണ്? ഉത്തരം പെരിയ ചുരം, 1797. ചോദ്യം 195. പഴശ്ശിരാജയുടെ സൈന്യത്തിലെ വില്ലാളികളായ കുറിച്യർ ഉപയോഗിച്ചിരുന്ന അമ്പുകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം കാട്ടുവിഷം ചേർത്ത മൂർച്ചയേറിയ ഇരുമ്പ് അമ്പുകൾ. ചോദ്യം 196. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ പോരാട്ടം തുടർന്ന കുറിച്യ നേതാവ് ആരാണ്? ഉത്തരം തലക്കൽ ചന്തുവിന്റെ അനുയായികളും രാമൻ നമ്പിയും. ചോദ്യം 197. വയനാടൻ കാടുകളിൽ പഴശ്ശിരാജാവിനെ തിരയാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പ്രത്യേക മാപ്പുകൾ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ബ്രിട്ടീഷ് സർവേയർമാർ. ഉദാഹരണത്തിന് കേണൽ ലാംബർട്ടൺ. ചോദ്യം 198. പഴശ്ശിരാജയുടെ ജനനവർഷമായ 1753 കോട്ടയം രാജവംശം ഏത് നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു? ഉത്തരം വടക്കൻ മലബാർ. ചോദ്യം 199. കേരള സോഷ്യൽ സർവീസ് ആൻഡ് റിസർച്ച് ഏജൻസികൾ പഴശ്ശിരാജയുടെ ഒളിയുധ കേന്ദ്രമായി കണ്ടെത്തിയ ഗുഹ ഏതാണ്? ഉത്തരം പുരളിമല ഗുഹകൾ. ചോദ്യം 200. പഴശ്ശിരാജയുടെ പോരാട്ടത്തെ ദക്ഷിണേന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉജ്ജ്വല അധ്യായം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? ഉത്തരം ഡോക്ടർ MGS നാരായണൻ. ചോദ്യം 201. പഴശ്ശിരാജയുടെ കാലത്ത് കോട്ടയം രാജവംശത്തിന്റെ ഭരണം വ്യാപിപ്പിച്ചിരുന്ന പ്രധാന താലൂക്കുകൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം തലശ്ശേരി, കോട്ടയം, വയനാട്. ചോദ്യം 202. പഴശ്ശിരാജയുടെ ഒളിയുധ കേന്ദ്രങ്ങളിൽ ഒന്നായ പൂതനാടി ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ചോദ്യം 203. 1793 ബ്രിട്ടീഷുകാർ കോട്ടയം രാജ്യത്തെ നികുതി പിരിവ് കരാർ ഉണ്ടാക്കിയത് ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ്? ഉത്തരം റോബർട്ട് ടെയ്ലർ. ചോദ്യം 204. പഴശ്ശിരാജയെ നേരിടാൻ ബ്രിട്ടീഷുകാർ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്ക് പട നയിച്ച പ്രധാന മാർഗം ഏതായിരുന്നു? ഉത്തരം പെരിയ ചുരം പാത. ചോദ്യം 205. പഴശ്ശിരാജാവിനെ കോട്ടയം സിംഹം എന്ന് വിശേഷിപ്പിച്ചിരുന്ന പഴയ ചരിത്രരേഖകൾ ഏവയാണ്? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെക്കോർഡുകൾ. ചോദ്യം 206.
പഴശ്ശി വിപ്ലവകാലത്ത് തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ഫാക്ടറി ചീഫ് ആരായിരുന്നു? ഉത്തരം ചീഫ് റോബർട്ട് ടേലർ. ചോദ്യം 207. പഴശ്ശിരാജ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടത്തിയ സായുധ പോരാട്ടത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഉത്തരം 1793. ചോദ്യം 208. പഴശ്ശിരാജയും ആർതർ വെല്ലസ്ലിയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്ന പ്രധാന പ്രദേശം ഏതാണ്? ഉത്തരം വയനാടൻ ചുരങ്ങളും കാടുകളും. ചോദ്യം 209. പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം സംസ്കരിച്ച മാനന്തവാടിയിലെ സ്മാരകം നിർമ്മിച്ചിരിക്കുന്ന ശൈലി ഏതാണ്? ഉത്തരം പരമ്പരാഗത കേരളീയ ശൈലി. ചോദ്യം 210. പഴശ്ശിരാജയുടെ സ്മരണാർത്ഥം വയനാട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രധാന കോളേജ് ഏതാണ്? ഉത്തരം പഴശ്ശിരാജ കോളേജ്, പുൽപ്പള്ളി. ചോദ്യം 211. പഴശ്ശിരാജ കോളേജ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1982. ചോദ്യം 212. പഴശ്ശിരാജയുടെ ആസ്ഥാനമായിരുന്ന പടിഞ്ഞാറേ കോവിലകം തകർത്ത ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഉത്തരം ലഫ്റ്റനന്റ് കേണൽ ഡൗ. ചോദ്യം 213. കോട്ടയം രാജവംശം ഏത് വലിയ സ്വരൂപത്തിന്റെ ശാഖയായിരുന്നു? ഉത്തരം പുരളി സ്വരൂപം. ചോദ്യം 214. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച കടത്തനാടൻ തച്ചോളി തറവാട്ടിലെ അനുയായികൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം നായർ പടയാളികൾ. ചോദ്യം 215. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ രൂപീകരിച്ച കുതിരപ്പട ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം കുതിരച്ചേവകർ, പരിമിതമായ അളവിൽ ഉപയോഗിച്ചു. ചോദ്യം 216. 1797-ൽ ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ നാശനഷ്ടമുണ്ടാക്കിയ പെരിയ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു? ഉത്തരം ജോനാഥൻ ഡങ്കൻ. ചോദ്യം 217. പഴശ്ശിരാജാവുമായി നേരിട്ട് ചർച്ച നടത്താൻ മുംബൈയിൽ നിന്നും മലബാറിലേക്ക് വന്ന ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഉത്തരം ജോനാഥൻ ഡങ്കൻ, ബോംബെ ഗവർണർ. ചോദ്യം 218. ജോനാഥൻ ഡങ്കനും പഴശ്ശിരാജാവും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാർ ഏത് വർഷത്തിലായിരുന്നു? ഉത്തരം 1797 ഏപ്രിൽ. ചോദ്യം 219. 1797-ലെ കരാർ ലംഘിച്ച് വയനാട് പിടിച്ചെടുക്കാൻ ബ്രിട്ടീഷുകാർ മുതിർന്നത് ഏത് സന്ധിക്ക് ശേഷമാണ്? ഉത്തരം ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം, ടിപ്പുവിന്റെ പരാജയത്തോടെ. ചോദ്യം 220. 1799-ൽ ടിപ്പു സുൽത്താന്റെ വീഴ്ചയ്ക്ക് ശേഷം വയനാട്ടിൽ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് കമ്മീഷണർ ആരാണ്? ഉത്തരം കേണൽ മോൺട്രസർ. ചോദ്യം 221. കേണൽ മോൺട്രസറുടെ സൈന്യത്തെ വയനാട്ടിൽ തടഞ്ഞു നിർത്തിയത് ആരാണ്? ഉത്തരം പഴശ്ശിരാജയും എടച്ചേന കുങ്കനും. ചോദ്യം 222. പഴശ്ശിരാജയുടെ പ്രധാന വിശ്വസ്തരിൽ ഒരാളായ ചിറ്റക്കൽ കോവിലകത്തെ തമ്പുരാൻ ആരാണ്? ഉത്തരം ചിറ്റക്കൽ രാജാവ്, ചില ഘട്ടങ്ങളിൽ മധ്യസ്ഥത വഹിച്ചു. ചോദ്യം 223. പഴശ്ശിരാജയുടെ മരണശേഷം മലബാറിലെ കലാപങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിയമിച്ച പ്രത്യേക കമ്മീഷണർ ആരാണ്? ഉത്തരം തോമസ് വാർഡൻ. ചോദ്യം 224. പഴശ്ശിരാജയുടെ മരണത്തിന് കാരണമായ ഏറ്റുമുട്ടൽ നടന്ന മാവിൻതോട് ഏത് നദിയുടെ പോഷക നദിക്ക് സമീപമാണ്? ഉത്തരം കബനി നദി. ചോദ്യം 225. പഴശ്ശിരാജയുടെ സഹായത്തിനെത്തിയ മൈസൂർ അതിർത്തിയിലെ കർഷക ഗോത്രവിഭാഗം ഏതാണ്? ഉത്തരം കുറുമ്പർ. ചോദ്യം 226. പഴശ്ശി വിപ്ലവത്തിൽ എടച്ചേന കുങ്കൻ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ പോരാടാൻ ആളുകളെ സംഘടിപ്പിച്ച പ്രശസ്തമായ പനമരം പടയണി നടന്ന വർഷം ഏതാണ്? ഉത്തരം 1802. ചോദ്യം 227. എടച്ചേന കുങ്കൻ ബ്രിട്ടീഷ് വിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച പരമ്പരാഗത മാർഗം എന്തായിരുന്നു? ഉത്തരം ഓലയും അമ്പും അയച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ. ചോദ്യം 228. വയനാട്ടിലെ അമ്പലവയൽ, സുൽത്താൻ ബത്തേരി പ്രദേശങ്ങളിൽ പഴശ്ശിരാജ നിർമ്മിച്ച ഒളിത്താവളങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശി ഗുഹകൾ. ചോദ്യം 229. പഴശ്ശിരാജയുടെ സൈനിക താവളമായിരുന്ന പുരളിമല സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? ഉത്തരം ശിവപുരം മലനിരകൾ. ചോദ്യം 230. പഴശ്ശിരാജാവിനെ പിടിച്ചുകൊടുക്കുന്നവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്ന ഇനാം തുക എത്രയായിരുന്നു? ഉത്തരം 1000 പഗോഡ, 1000 സ്വർണ്ണ നാണയങ്ങൾ. ചോദ്യം 231.
പഴശ്ശിരാജയുടെ സേനാപതിയായ എടച്ചേന കുങ്കനെ പിടിച്ചുകൊടുക്കുന്നവർക്ക് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ച ഇനാം എത്രയായിരുന്നു? ഉത്തരം 500 പഗോഡ. ചോദ്യം 232. പഴശ്ശിരാജയുടെ പ്രധാന ഉപദേശകനായിരുന്ന കൽപ്പള്ളി കർണവർ തൂക്കിലേറ്റപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം 1801. ചോദ്യം 233. പഴശ്ശി വിപ്ലവങ്ങളെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച പോർച്ച്ഡ് എർത്ത്, സ്കോച്ച്ഡ് എർത്ത് പോളിസി തന്ത്രം എന്തായിരുന്നു? ഉത്തരം വിളകളും വീടുകളും കത്തിച്ച് വിപ്ലവകാരികൾക്ക് ഭക്ഷണമില്ലാതാക്കുക. ചോദ്യം 234. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ആകെ ആളുകളുടെ ഏകദേശ എണ്ണം എത്രയായിരുന്നു? ഉത്തരം 2000 മുതൽ 5000 വരെ പോരാളികൾ. ചോദ്യം 235. പഴശ്ശിരാജയുടെ കൂടെയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആദിവാസി സ്ത്രീ പോരാളികളെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ടോ? ഉത്തരം ഉണ്ട്. കുറിച്യ ഗോത്രത്തിലെ വനിതകൾ ഭക്ഷണവും വിവരങ്ങളും എത്തിച്ചിരുന്നു. ചോദ്യം 236. തോമസ് ഹാർവി ബാബർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഏത് പദവിയിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്? ഉത്തരം തലശ്ശേരി സബ് കളക്ടർ ആൻഡ് മജിസ്ട്രേറ്റ്. ചോദ്യം 237. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ ബാബർ വിശേഷിപ്പിച്ചത് എപ്രകാരമാണ്? ഉത്തരം വീരനായ ഒരു ഭരണാധികാരിയുടെ മൃതദേഹം. ചോദ്യം 238. പഴശ്ശിരാജയുടെ മൃതദേഹ പരിശോധന നടത്തിയത് ഏത് ബ്രിട്ടീഷ് സർജനാണ്? ഉത്തരം ഡോക്ടർ ചാൽമേഴ്സ്. ചോദ്യം 239. പഴശ്ശിരാജയ്ക്ക് വെടിയേറ്റത് ശരീരത്തിന്റെ ഏത് ഭാഗത്തായിരുന്നു? ഉത്തരം നെഞ്ചിലും വാരിയെല്ലിനും താഴെയായി. ചോദ്യം 240. പഴശ്ശിരാജയുടെ അന്ത്യനിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും പുറത്തുവന്ന വാക്കുകൾ എന്തായിരുന്നുവെന്നാണ് ഐതിഹ്യം? ഉത്തരം എന്നെ തൊടരുത്, എന്റെ ശരീരം അശുദ്ധമാക്കരുത്. ചോദ്യം 241. പഴശ്ശിരാജയുടെ മരണശേഷം കോട്ടയം രാജവംശത്തിന്റെ സ്വത്തുക്കൾ പൂർണ്ണമായി ഏറ്റെടുത്തത് ആരാണ്? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ചോദ്യം 242. കേരളത്തിൽ ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ നടന്ന ആദ്യത്തെ കർഷക സമരം ഏത് വിപ്ലവത്തിന്റെ ഭാഗമാണ്? ഉത്തരം ഒന്നാം പഴശ്ശി വിപ്ലവം. ചോദ്യം 243. പഴശ്ശിരാജയുടെ സമരത്തിന് പരോക്ഷമായി പിന്തുണ നൽകിയ കൂർഗ്, കുടക് രാജാവ് ആരായിരുന്നു? ഉത്തരം വീരരാജേന്ദ്ര വോഡയാർ. ചോദ്യം 244. പഴശ്ശിരാജ നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്ന വയനാട്ടിലെ കോട്ട ഏതാണ്? ഉത്തരം സുൽത്താൻ ബത്തേരിയിലെ പഴയ കോട്ട, ഗണപതിവട്ടം താവളം. ചോദ്യം 245. പഴശ്ശിരാജയുടെ പോരാട്ടവീര്യം പ്രതിപാദിക്കുന്ന വടക്കൻ പാട്ടുകൾ ശൈലിയിലുള്ള നാടൻ പാട്ടുകൾ ഏവയാണ്? ഉത്തരം പഴശ്ശിപ്പാട്ടുകൾ. ചോദ്യം 246. പഴശ്ശിപ്പാട്ടുകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച പ്രശസ്ത ചരിത്രകാരൻ ആരാണ്? ഉത്തരം ഡോക്ടർ KKN കുറുപ്പ്. ചോദ്യം 247. പഴശ്ശിസമരങ്ങൾ എന്ന ചരിത്രഗ്രന്ഥം രചിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KKN കുറുപ്പ്. ചോദ്യം 248. പഴശ്ശിരാജയുടെ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയ കേരളത്തിലെ പ്രമുഖ ചരിത്രകാരൻ ആരാണ്? ഉത്തരം ഡോക്ടർ KKN കുറുപ്പ്. ചോദ്യം 249. പഴശ്ശി വിപ്ലവത്തിൽ വയനാടൻ കാടുകളിൽ യുദ്ധം ചെയ്ത ബ്രിട്ടീഷ് മദ്രാസ് റെജിമെന്റ് ഏതാണ്? ഉത്തരം മദ്രാസ് നേറ്റീവ് ഇൻഫൻട്രി. ചോദ്യം 250. 1805 നവംബറിൽ പഴശ്ശിരാജാവിനെ വളഞ്ഞ ബ്രിട്ടീഷ് കോൾക്കാർ സംഘത്തിൽ ഉണ്ടായിരുന്ന പടയാളികളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം 100ഓളം കോൾക്കാരും കമ്പനി പടയാളികളും. ചോദ്യം 251. പഴശ്ശിരാജ മരിച്ച മാവിൻതോട് സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെയാണ്? ഉത്തരം ഏകദേശം 15 കിലോമീറ്റർ. ചോദ്യം 252. പഴശ്ശിരാജയുടെ വീരമൃത്യുവിന് ശേഷം വയനാട്ടിലെ ഒളിയുദ്ധം അവസാനിച്ച വർഷം ഏതാണ്? ഉത്തരം 1805 ഡിസംബർ. ചോദ്യം 253. പഴശ്ശിരാജയുടെ ആസ്ഥാനമായിരുന്ന കോട്ടയം കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം നിലവിൽ ഏത് താലൂക്കിലാണ്? ഉത്തരം തലശ്ശേരി താലൂക്ക്, കണ്ണൂർ. ചോദ്യം 254. പഴശ്ശിരാജയുടെ കാലത്ത് കമ്പനി സൈന്യം തോക്കുകൾ സൂക്ഷിച്ചിരുന്ന തലശ്ശേരിയിലെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം തലശ്ശേരി കോട്ട, ടെലിച്ചെറി ഫോർട്ട്. ചോദ്യം 255. തലശ്ശേരി കോട്ട നിർമ്മിച്ച വർഷം ഏതാണ്?
ഉത്തരം 1708 ബ്രിട്ടീഷുകാർ. ചോദ്യം 256. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധത്തിൽ പങ്കെടുത്ത വെളിയമ്പം കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പുൽപ്പള്ളിക്കടുത്ത്, വയനാട്. ചോദ്യം 257. വെളിയമ്പം കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയ പഴശ്ശി പടത്തലവൻ ആരാണ്? ഉത്തരം എടച്ചേന കുങ്കൻ. ചോദ്യം 258. പഴശ്ശി വിപ്ലവത്തിന്റെ സമയത്ത് മലബാറിൽ നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് നാണയം ഏതാണ്? ഉത്തരം വെള്ളപ്പണം അഥവാ കമ്പനി രൂപ. ചോദ്യം 259. പഴശ്ശിരാജയുടെ മരണത്തെ തുടർന്ന് എഴുതപ്പെട്ട പ്രശസ്ത ബ്രിട്ടീഷ് ഔദ്യോഗിക റിപ്പോർട്ട് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബാബേസ് റിപ്പോർട്ട് ഓൺ ദ ഡെത്ത് ഓഫ് പഴശ്ശി രാജ. ചോദ്യം 260. തോമസ് ബാബർ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പദവി എന്തായിരുന്നു? ഉത്തരം മദ്രാസ് സിവിലിയൻ സർവീസ് ഉദ്യോഗസ്ഥൻ. ചോദ്യം 261. പഴശ്ശിരാജയുടെ ഭാര്യ കൈതേരി മാക്കത്തിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നോ? ഉത്തരം ഇല്ല, ചരിത്രരേഖകൾ പ്രകാരം. ചോദ്യം 262. പഴശ്ശിരാജയുടെ കുടുംബത്തിലെ ശേഷിച്ച കണ്ണികൾ പിന്നീട് താമസമാക്കിയത് എവിടെയാണ്? ഉത്തരം നീലേശ്വരം, മട്ടന്നൂർ, കിഴക്കേ കോവിലകം എന്നിവിടങ്ങളിൽ. ചോദ്യം 263. പഴശ്ശിരാജാവിനെ ഓർമ്മിക്കുന്ന പഴശ്ശി ദിനം ആയി ആചരിക്കുന്നത് എന്ന്? ഉത്തരം നവംബർ 30, വീരമൃത്യു വരിച്ച ദിനം. ചോദ്യം 264. പഴശ്ശിരാജ സാഗർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏത് വർഷത്തിലാണ്? ഉത്തരം 2014-ൽ ഭാഗിക നിർമ്മാണ ഘട്ടങ്ങൾ പൂർത്തിയാക്കി. ചോദ്യം 265. കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ പഴശ്ശിരാജ മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടം മുൻപ് എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷ് കളക്ടറുടെ ബംഗ്ലാവ്, ഈസ്റ്റ് ഹിൽ ബംഗലോ. ചോദ്യം 266. പഴശ്ശിരാജ മ്യൂസിയം നിർമ്മിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഉത്തരം കമ്പനി ഭരണാധികാരികൾ 1812-ൽ നിർമ്മിച്ച ബംഗ്ലാവ്. ചോദ്യം 267. പഴശ്ശിരാജയുടെ ജീവിതത്തെ ആസ്പദമാക്കി കഥകളി രൂപത്തിൽ ആവിഷ്കാരം നടത്തിയത് ആരാണ്? ഉത്തരം പ്രശസ്ത കഥകളി കലാകാരന്മാർ. പഴശ്ശിരാജ ചരിതം കഥകളി. ചോദ്യം 268. കേരളവർമ്മ പഴശ്ശിരാജ എന്ന പ്രശസ്ത സിനിമയ്ക്ക് എത്ര ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു? ഉത്തരം 3 ദേശീയ പുരസ്കാരങ്ങൾ, 2009. ചോദ്യം 269. കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിൽ കൈതേരി മാക്കമായി അഭിനയിച്ച നടി ആരാണ്? ഉത്തരം കനിഹ. ചോദ്യം 270. കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിൽ ഉണ്ണിമൂസയായി അഭിനയിച്ച നടൻ ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ രാജു. ചോദ്യം 271. പഴശ്ശിരാജാവിന് ആദരസൂചകമായി അഞ്ചൽ ഷീറ്റ്, തപാൽ സ്റ്റാമ്പ് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ടോ? ഉത്തരം ഉണ്ട്, കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ പരമ്പരയിൽ. ചോദ്യം 272. പഴശ്ശിരാജയുടെ കാലത്ത് മലബാറിലെ കുരുമുളക് വ്യാപാരത്തിന്റെ കുത്തക ആർക്കായിരുന്നു? ഉത്തരം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. ചോദ്യം 273. പഴശ്ശിരാജ കുരുമുളക് വ്യാപാരം ബ്രിട്ടീഷുകാർക്ക് നൽകാതെ തടഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം കമ്പനി നിശ്ചയിച്ച തുച്ഛമായ വിലയും അന്യായമായ നികുതിയും കാരണം. ചോദ്യം 274. പഴശ്ശിരാജയുടെ പടയാളികൾ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആശയവിനിമയം തടസ്സപ്പെടുത്താൻ ചെയ്തത് എന്താണ്? ഉത്തരം ടെലഗ്രാഫ് ലൈനുകളും തപാൽ വഴികളും തകർത്തു. ചോദ്യം 275. പഴശ്ശിരാജയുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ച പുസ്തകങ്ങൾ ഏവയാണ്? ഉത്തരം കേണൽ വെല്ലസ്ലിയുടെ യുദ്ധരേഖകൾ. ചോദ്യം 276. പഴശ്ശിരാജയുടെ പ്രധാന സൈനിക താവളങ്ങളിലൊന്നായ കണിയാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മാനന്തവാടിക്കടുത്ത്. ചോദ്യം 277. പഴശ്ശി വിപ്ലവത്തിൽ പങ്കെടുത്ത കുറിച്യരുടെ പടത്തലവന്മാരിൽ ഒരാളായ കറുപ്പൻ ഏത് യുദ്ധത്തിലാണ് പങ്കെടുത്തത്? ഉത്തരം പനമരം കോട്ട ആക്രമണം. ചോദ്യം 278. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ വയനാടൻ കാലാവസ്ഥ ഏതായിരുന്നു? ഉത്തരം കനത്ത മഴയും മഞ്ഞും നിറഞ്ഞ കാലഘട്ടം. ചോദ്യം 279. പഴശ്ശിരാജയുടെ കാലത്ത് കണ്ണൂർ ജില്ലയിലെ പ്രധാന വിപണി കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം തലശ്ശേരിയും മട്ടന്നൂരും. ചോദ്യം 280. പഴശ്ശിരാജയുടെ അന്ത്യം സംഭവിച്ച മാവിൻതോട് നിലവിൽ ഏത് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലാണ്? ഉത്തരം മുള്ളൻകൊല്ലി പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ.
ചോദ്യം 281. പഴശ്ശിരാജ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള പുരാതന ശിലായുഗ അവശിഷ്ടങ്ങൾ ഏത് പ്രദേശത്തുനിന്നും കണ്ടെത്തിയതാണ്? ഉത്തരം വയനാട്, കോഴിക്കോട് പ്രദേശങ്ങളിൽ നിന്ന്. ചോദ്യം 282. പഴശ്ശിരാജയുടെ പടത്തലവൻ തലക്കൽ ചന്തുവിനെ വധിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച പ്രാദേശിക വഞ്ചകൻ ആരാണ്? ഉത്തരം പ്രാദേശിക ജന്മിമാരുടെ ഏജന്റുമാർ. ചോദ്യം 283. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവുമധികം നാശനഷ്ടം സംഭവിച്ച വർഷം ഏതാണ്? ഉത്തരം 1797. ചോദ്യം 284. 1797-ൽ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് മുന്നിൽ അടിയറവ് പറഞ്ഞ കരാർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം 1797-ലെ സമാധാന സന്ധി. ചോദ്യം 285. 1797-ലെ കരാർ പ്രകാരം പഴശ്ശിരാജാവിന് തിരികെ നൽകിയ കൊട്ടാരം ഏതാണ്? ഉത്തരം കോട്ടയം കൊട്ടാരം. ചോദ്യം 286. പഴശ്ശിരാജ വീണ്ടും കാടുകളിലേക്ക് മടങ്ങാൻ കാരണമെന്തായിരുന്നു? ഉത്തരം 1800-ൽ ബ്രിട്ടീഷുകാർ വയനാട് സ്വന്തമാക്കാൻ സൈന്യത്തെ അയച്ചപ്പോൾ. ചോദ്യം 287. പഴശ്ശിരാജയുടെ യുദ്ധകാലത്ത് തിരുവിതാംകൂറിലെ ദളവ ആരായിരുന്നു? ഉത്തരം വേലുത്തമ്പി ദളവ. പിന്നീട് 1809-ൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു. ചോദ്യം 288. വേലുത്തമ്പി ദളവയും പഴശ്ശിരാജാവും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നുവോ? ഉത്തരം ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങളിൽ ഇരുവരും പ്രചോദനമായിരുന്നു. ചോദ്യം 289. പഴശ്ശിരാജയുടെ സൈനികരിൽ പ്രധാനിയായ കുറുമ്പ്രനാട് എടച്ചേന തറവാട്ടുകാർ ഏത് വിഭാഗക്കാരായിരുന്നു? ഉത്തരം വയനാട്ടിലെ പ്രഭുക്കന്മാർ. ചോദ്യം 290. പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച പഴശ്ശിരാജ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂരിലെ സ്ഥലം ഏതാണ്? ഉത്തരം പഴശ്ശി ഗ്രാമം. ചോദ്യം 291. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിന് ഉപയോഗിച്ച ബാരിക്കേഡ് രീതി എന്തായിരുന്നു? ഉത്തരം വലിയ മരങ്ങൾ മുറിച്ചിട്ട് ചുരം പാതകൾ പൂർണ്ണമായി അടയ്ക്കുക. ചോദ്യം 292. പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന മലബാർ കലാപങ്ങൾ രചിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരാണ്? ഉത്തരം വില്യം ലോഗൻ. ചോദ്യം 293. പഴശ്ശിരാജയുടെ മൃതദേഹം മാനന്തവാടിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അകമ്പടി സേവിച്ച ബ്രിട്ടീഷ് സേനാവിഭാഗം ഏതാണ്? ഉത്തരം ബാബറിന്റെ കുതിരപ്പടയും കോൾക്കാരും. ചോദ്യം 294. പഴശ്ശിരാജ മരിച്ച സ്ഥലം ഒരു ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ച സർക്കാർ ഏതാണ്? ഉത്തരം കേരള സർക്കാർ, സാംസ്കാരിക വകുപ്പ്. ചോദ്യം 295. പഴശ്ശിരാജയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന നാടൻ പാട്ടുകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശി പടപ്പാട്ട്. ചോദ്യം 296. പഴശ്ശി പടപ്പാട്ടുകൾ ഏത് ഭാഷാ ശൈലിയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ഉത്തരം പഴയ മലബാർ മലയാള ശൈലിയിൽ. ചോദ്യം 297. പഴശ്ശിരാജയുടെ പടയാളികൾ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗത വെടിമരുന്ന് നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു? ഉത്തരം വയനാടൻ ഗുഹകളിൽ. ചോദ്യം 298. പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്തിയതിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാറിൽ നടപ്പിലാക്കിയ പ്രധാന ഭരണപരിഷ്കാരം എന്താണ്? ഉത്തരം റൈറ്റ് വാരി സമ്പ്രദായം, റയറ്റ് വാരി സിസ്റ്റം. ചോദ്യം 299. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി മലബാർ മാറിയ വർഷം ഏതാണ്? ഉത്തരം 1800. ചോദ്യം 300. പഴശ്ശിരാജയുടെ ചരിത്രപരമായ പ്രാധാന്യം എന്താണ്? ഉത്തരം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഏറ്റവും ദീർഘകാലം വീരപൂർവം സായുധ പോരാട്ടം നയിച്ച ആദ്യകാല നാട്ടുരാജാവ്. ചോദ്യം 301. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുമ്പോൾ മലബാറിലെ പ്രധാന കുരുമുളക് തോട്ടങ്ങൾ കൈവശം വെച്ചിരുന്നത് ആരാണ്? ഉത്തരം നാട്ടുരാജാക്കന്മാരും പ്രാദേശിക ജന്മിമാരും. ചോദ്യം 302. പഴശ്ശിരാജയുടെ സമരം മലബാറിലെ ഏത് കാർഷിക വിളയുടെ ഉത്പാദനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ഉത്തരം കുരുമുളക്, ഏലം. ചോദ്യം 303. 1793-ൽ ബ്രിട്ടീഷുകാർ കുറുമ്പ്രനാട് രാജാവുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കോട്ടയം രാജ്യത്തെ ജനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട നികുതി തുക എത്രയായിരുന്നു? ഉത്തരം 20,000 രൂപയ്ക്ക് മുകളിൽ. ചോദ്യം 304. പഴശ്ശിരാജയുടെ സേന ബ്രിട്ടീഷ് റവന്യൂ ഓഫീസുകൾ ആക്രമിച്ച് നികുതി പണം പിടിച്ചെടുത്ത പ്രധാന സ്ഥലം ഏതാണ്? ഉത്തരം മട്ടന്നൂർ, തലശ്ശേരി പരിസരങ്ങൾ. ചോദ്യം 305.
പഴശ്ശിരാജയുടെ ആദ്യകാല സൈനിക ഉപദേശകരിൽ ഒരാളായ കൈതേരി അമ്പു ഏത് യുദ്ധതന്ത്രത്തിലാണ് മിടുക്കനായിരുന്നത്? ഉത്തരം ഗറില്ല പോരാട്ടത്തിലും കളരിപ്പയറ്റിലും. ചോദ്യം 306. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികശരീരം കാണാൻ തടിച്ചുകൂടിയ പ്രാദേശിക ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം വീരനായ തങ്ങളുടെ രാജാവിന്റെ വേർപാടിൽ ആഴത്തിൽ ദുഃഖിതരായിരുന്നു. ചോദ്യം 307. തോമസ് ബാബറുടെ ഔദ്യോഗിക വിവരണം അനുസരിച്ച് പഴശ്ശിരാജയുടെ മൃതദേഹത്തിന് ലഭിച്ച ആദരവ് എന്തായിരുന്നു? ഉത്തരം ഒരു രാജാവിനു നൽകേണ്ട എല്ലാ ഔദ്യോഗിക ചിട്ടകളോടെയും സംസ്കരിച്ചു. ചോദ്യം 308. പഴശ്ശിരാജ നിർമ്മിച്ച സൈനിക താവളങ്ങളിൽ ഒന്നായ മാനന്തവാടി ഫോർട്ട് പിന്നീട് ബ്രിട്ടീഷുകാർ എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിച്ചത്? ഉത്തരം ബ്രിട്ടീഷ് സൈനിക ബാരക്കുകളായി. ചോദ്യം 309. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിന് ഭീഷണിയായി ബ്രിട്ടീഷുകാർ വയനാട്ടിൽ നിർമ്മിച്ച നിരീക്ഷണ ഗോപുരങ്ങൾ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം വാച്ച് ടവറുകൾ, വാച്ച് ടവേഴ്സ്. ചോദ്യം 310. പഴശ്ശിരാജയുടെ സമരം തകർക്കാൻ ബ്രിട്ടീഷുകാർ ഉപരോധിച്ച പ്രധാന വയനാടൻ ചുരങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം താമരശ്ശേരി ചുരം, പെരിയ ചുരം, കുറ്റ്യാടി ചുരം. ചോദ്യം 311. പഴശ്ശി വിപ്ലവകാലത്ത് വടക്കൻ മലബാറിൽ ബ്രിട്ടീഷുകാർക്ക് വിവരങ്ങൾ നൽകിയിരുന്ന ഒറ്റുകാർ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ഉത്തരം കമ്പനി ഒറ്റുകാർ, സാരംഗന്മാർ. ചോദ്യം 312. പഴശ്ശിരാജയെ നേരിടാൻ ആർതർ വെല്ലസ്ലി കൊണ്ടുവന്ന പ്രത്യേക ബ്രിട്ടീഷ് ഇൻഫൻട്രി ബറ്റാലിയൻ ഏതാണ്? ഉത്തരം 33-ാം റെജിമെന്റ്, 33rd റെജിമെന്റ് ഓഫ് ഫുട്ട്. ചോദ്യം 313. പഴശ്ശിരാജയുടെ പ്രധാന വിശ്വസ്തരിൽ ഒരാളായ ചിറ്റൂർ നമ്പൂതിരി ബ്രിട്ടീഷുകാരുടെ പിടിയിലായ വർഷം ഏതാണ്? ഉത്തരം 1803. ചോദ്യം 314. പഴശ്ശിരാജയുടെ സഖ്യകക്ഷിയായ ഉണ്ണിമൂസ മൂപ്പന്റെ പ്രധാന താവളം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം മങ്കട, മലപ്പുറം മലനിരകൾ. ചോദ്യം 315. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾക്ക് വയനാട്ടിലെ ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് പ്രസാദവും അനുഗ്രഹവും സ്വീകരിച്ചിരുന്നത്? ഉത്തരം തിരുനെല്ലി ക്ഷേത്രം, വള്ളിയൂർക്കാവ് ക്ഷേത്രം. ചോദ്യം 316. തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ചോദ്യം 317. പഴശ്ശിരാജ വയനാടൻ കാടുകളിൽ ഒളിവിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം എത്തിച്ചു നൽകിയ പ്രാദേശിക സമൂഹം ഏതാണ്? ഉത്തരം കുറിച്യരും കുറുമ്പരും. ചോദ്യം 318. പഴശ്ശിരാജാവിനെ പിന്തുണച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തകർത്ത സുപ്രധാന തറവാട് ഏതാണ്? ഉത്തരം കണ്ണവത്ത് തറവാട്. ചോദ്യം 319. പഴശ്ശിരാജയുടെ പടത്തലവന്മാരെ പിടികൂടാൻ ബ്രിട്ടീഷ് സർക്കാർ പുറപ്പെടുവിച്ച വിളംബരങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രോക്ലമേഷൻസ്. പ്രോക്ലമേഷൻസ് ഓഫ് 1802-1805. ചോദ്യം 320. പഴശ്ശിരാജയുടെ അന്ത്യത്തിന് തൊട്ടുമുമ്പ് നടന്ന മാവിൻതോട് ഏറ്റുമുട്ടൽ എത്ര സമയം നീണ്ടുനിന്നു? ഉത്തരം ഏകദേശം 2 മണിക്കൂർ. ചോദ്യം 321. പഴശ്ശിരാജയുടെ കൂടെ മാവിൻതോടിൽ വെച്ച് വധിക്കപ്പെട്ട മറ്റ് അനുയായികളുടെ എണ്ണം എത്രയായിരുന്നു? ഉത്തരം 2-3 വിശ്വസ്ത പടയാളികൾ. ചോദ്യം 322. പഴശ്ശിരാജയുടെ മൃതദേഹം വഹിച്ചുള്ള വണ്ടി മാനന്തവാടിയിലെത്തിയ തീയതിയും സമയവും എന്ന്? ഉത്തരം 1805 നവംബർ 30 വൈകുന്നേരം. ചോദ്യം 323. പഴശ്ശിരാജയുടെ ഭൗതികശരീരം സംസ്കരിച്ച സ്ഥലം ഇന്ന് ഏത് അതോറിറ്റിയുടെ കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്? ഉത്തരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ്, സ്റ്റേറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്. ചോദ്യം 324. പഴശ്ശിരാജയുടെ ജീവിതം പശ്ചാത്തലമാക്കി കെ.എം. പണിക്കർ എഴുതിയ നോവൽ കേരള സിംഹം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? ഉത്തരം 1941. ചോദ്യം 325. കേരള സിംഹം എന്ന പുസ്തകം മലയാള സാഹിത്യത്തിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ചരിത്ര നോവൽ. ചോദ്യം 326. പഴശ്ശിരാജാവിനെക്കുറിച്ചുള്ള ഐതിഹ്യമാലയിലെ പരാമർശങ്ങൾ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ചോദ്യം 327. പഴശ്ശിരാജ നിർമ്മിച്ച യുദ്ധപ്രതിരോധ കന്തകങ്ങൾ, ട്രെഞ്ച്, വയനാട്ടിലെ ഏത് ഭാഗത്താണ് ഇപ്പോഴും കാണപ്പെടുന്നത്? ഉത്തരം പുരളിമലിലും വയനാടൻ കുന്നുകളിലും. ചോദ്യം 328. പഴശ്ശിരാജയുടെ സൈനിക തന്ത്രമായ ഒളിയാക്രമണം
ബ്രിട്ടീഷുകാർക്ക് വലിയ നാശനഷ്ടം വരുത്താൻ കാരണം എന്തായിരുന്നു? ഉത്തരം: ബ്രിട്ടീഷ് സൈന്യത്തിന് കാട്ടുപാതകളെക്കുറിച്ചുള്ള അജ്ഞത. ചോദ്യം 329. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ കുതിരപ്പടയ്ക്ക് കുതിരകളെ എത്തിച്ചു നൽകിയത് എവിടെ നിന്നായിരുന്നു? ഉത്തരം: മൈസൂർ, കർണാടക അതിർത്തികളിൽ നിന്ന്. ചോദ്യം 330. പഴശ്ശിരാജയെ പിന്തുണച്ച മൈസൂരിലെ പ്രാദേശിക പ്രഭുക്കൾ ആരായിരുന്നു? ഉത്തരം: ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പഴയ സൈനിക ഉദ്യോഗസ്ഥർ. ചോദ്യം 331. പഴശ്ശിരാജായുടെ മരണശേഷവും ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ ജനവികാരം നിലനിൽക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം: അമിത നികുതി ഭാരവും ആദിവാസികൾക്ക് മേലുള്ള അടിച്ചമർത്തലും. ചോദ്യം 332. പഴശ്ശിരാജയുടെ ധീരതയെക്കുറിച്ച് പരാമർശിക്കുന്ന മലബാർ മാനുവൽ 2ാം പതിപ്പ് പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം: 1887. വില്യം ലോഗൻ. ചോദ്യം 333. പഴശ്ശിരാജയുടെ ഭരണകാലത്ത് വയനാട്ടിലെ പ്രധാന വിളവെടുപ്പ് ഉൽപ്പന്നങ്ങൾ ഏവയായിരുന്നു? ഉത്തരം: നെല്ല്, കുരുമുളക്, ഏലം, ഇഞ്ചി. ചോദ്യം 334. 1802 പനമരം ആക്രമണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പോലുള്ള ഭരണം ഏതാണ്? ഉത്തരം: സൈനിക ഭരണം, മാർഷൽ ലോ. ചോദ്യം 335. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിൽ ബ്രിട്ടീഷ് ഓഫീസർമാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രത്യേക തോക്കുകൾ ഏവ? ഉത്തരം: ഫ്ലിന്റ്ലോക്ക് മസ്കറ്റുകൾ, ഫ്ലിന്റ്ലോക്ക് മസ്കറ്റ്സ്. ചോദ്യം 336. പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പീരങ്കികളെ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച സ്വാഭാവിക തടസ്സങ്ങൾ ഏവ? ഉത്തരം: പാറക്കെട്ടുകളും വൻമരങ്ങളും. ചോദ്യം 337. പഴശ്ശി വിപ്ലവത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഉൾക്കൊണ്ട് നിർമ്മിച്ച പഴശ്ശി ഡാം പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം: 1961. നിർമ്മാണം തുടങ്ങി. ചോദ്യം 338. പഴശ്ശി പദ്ധതി ഏത് ആവശ്യത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ഉത്തരം: കുടിവെള്ളത്തിനും ജലസേചനത്തിനും. ചോദ്യം 339. പഴശ്ശിരാജയുടെ ജന്മസ്ഥലമായ പഴശ്ശി ഏത് പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: അഞ്ചരക്കണ്ടി പുഴ, വളപട്ടണം പുഴയുടെ പോഷകനദി. ചോദ്യം 340. പഴശ്ശിരാജ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഏത് റവന്യൂ നയത്തെയാണ് ശക്തിയായി എതിർത്തത്? ഉത്തരം: ഭൂനികുതി കരാറുകളും കുത്തക വ്യാപാരവും. ചോദ്യം 341. പഴശ്ശിരാജയുടെ സഖ്യകക്ഷിയായ കണ്ണവത്ത് നമ്പ്യാരുടെ സ്വത്തുക്കൾ ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയ വർഷം ഏതാണ്? ഉത്തരം: 1801. ചോദ്യം 342. കണ്ണവത്ത് നമ്പ്യാരെ തൂക്കിലേറ്റിയ മരത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചിട്ടുള്ള പ്രദേശം ഏതാണ്? ഉത്തരം: കണ്ണവം കാടുകൾ, കണ്ണൂർ. ചോദ്യം 343. പഴശ്ശിരാജയുടെ ഒളിയുദ്ധ സംഘത്തിൽ പെൺപടയാളികളുണ്ടായിരുന്നു? ഉത്തരം: ആദിവാസി വനിതകൾ രഹസ്യവിവരങ്ങൾ നൽകി സഹായിച്ചിരുന്നു. ചോദ്യം 344. പഴശ്ശിരാജ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് അയച്ച പ്രശസ്തമായ കത്തുകൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: മദ്രാസ് റെക്കോർഡ് ഓഫീസ്, തമിഴ്നാടു സ്റ്റേറ്റ് ആർക്കൈവ്സ്. ചോദ്യം 345. പഴശ്ശിരാജയുടെ പ്രശസ്തമായ ഈ കത്തുകൾ ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്? ഉത്തരം: പഴയ മലയാളം വട്ടെഴുത്ത് ശൈലിയിൽ. ചോദ്യം 346. പഴശ്ശിരാജയുടെ പടത്തലവൻ തലക്കൽ ചന്തുവിന്റെ യഥാർത്ഥ ഗോത്രപരമായ പദവി എന്തായിരുന്നു? ഉത്തരം: കുറിച്യ മൂപ്പൻ. ചോദ്യം 347. തലക്കൽ ചന്തുവിന്റെ ഓർമ്മയ്ക്കായി വയനാട്ടിൽ സ്ഥാപിച്ച സ്മാരകം എവിടെയാണ്? ഉത്തരം: പനമരം, പനമരം പുഴയോരത്ത്. ചോദ്യം 348. പഴശ്ശിരാജയുടെ വിപ്ലവം കൊടുമ്പിരിക്കൊണ്ട് 1800 മുതൽ 1805 വരെ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം: വെല്ലസ്ലി പ്രഭു, ലോർഡ് വെൽസ്ലി. ചോദ്യം 349. വെല്ലസ്ലി പ്രഭു ഇന്ത്യയിൽ നടപ്പിലാക്കിയ പ്രശസ്തമായ സൈനിക നയം ഏതാണ്? ഉത്തരം: സൈന്യസഹായ വ്യവസ്ഥ, സബ്സിഡറി അലയൻസ്. ചോദ്യം 350. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ കൈകോർത്ത തെക്കേ ഇന്ത്യയിലെ മറ്റ് വിപ്ലവകാരികൾ ആരൊക്കെയാണ്? ഉത്തരം: മണപ്പാർ ചിന്ന മരുതു സഹോദരന്മാർ, തമിഴ്നാട്, ദുണ്ടിയവാഗ്, കർണാടക. ചോദ്യം 351. പഴശ്ശിരാജയും തമിഴ്നാട്ടിലെ മരുതു സഹോദരന്മാരും തമ്മിൽ രഹസ്യ സഖ്യം നിലവിലുണ്ടായിരുന്നു? ഉത്തരം: ഉണ്ടായിരുന്നു.
ദക്ഷിണേന്ത്യൻ കൂട്ടായ്മയുടെ ഭാഗമായി. ചോദ്യം 352. മരുതു സഹോദരന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പുറപ്പെടുവിച്ച പ്രശസ്തമായ പ്രഖ്യാപനം ഏതാണ്? ഉത്തരം തിരുച്ചിറപ്പള്ളി പ്രഖ്യാപനം 1801. ചോദ്യം 353. പഴശ്ശിരാജയുടെ ഒളിയുധ കേന്ദ്രങ്ങൾക്ക് ധനസഹായം നൽകിയ മലബാറിലെ പ്രമുഖ ചെട്ടി വിഭാഗങ്ങൾ ഏവ? ഉത്തരം വയനാടൻ ചെട്ടികൾ. ചോദ്യം 354. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുമായി നടത്തിയ സമാധാന ചർച്ചകളിൽ പ്രധാന പങ്കുവഹിച്ച ചിറ്റക്കൽ രാജാവ് ആരാണ്? ഉത്തരം വടക്കൻ മലബാറിലെ ശക്തനായ ചിറ്റക്കൽ കോവിലകം രാജാവ്. ചോദ്യം 355. 1797-ൽ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന് തിരികെ നൽകിയ പെൻഷൻ തുക കൈപ്പറ്റാൻ രാജാവ് വിസമ്മതിച്ചത് എന്തുകൊണ്ട്? ഉത്തരം അമ്മാവന് നൽകിയ തെറ്റായ അധികാരങ്ങൾ പൂർണ്ണമായും റദ്ദാക്കാത്തതിനാൽ. ചോദ്യം 356. പഴശ്ശിരാജയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെ കേരളത്തിലെ ആദ്യ സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥകർത്താവ് ആരാണ്? ഉത്തരം സർദാർ കെ.എം. പണിക്കർ. ചോദ്യം 357. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടെങ്കിലും അത് പിൽക്കാലത്ത് ഏത് പ്രസ്ഥാനത്തിന് പ്രചോദനമായി? ഉത്തരം 1812-ലെ കുറിച്യ കലാപത്തിനും 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും. ചോദ്യം 358. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി മാനന്തവാടിയിൽ നിർമ്മിച്ച കുടീരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പഴശ്ശി ടൂം. ചോദ്യം 359. പഴശ്ശി ടോംബ് പുനരുദ്ധരിച്ച് പൈതൃക കേന്ദ്രമാക്കിയ വർഷം ഏതാണ്? ഉത്തരം 2010 ശേഷം വിനോദസഞ്ചാര വകുപ്പ്. ചോദ്യം 360. പഴശ്ശിരാജാവിനെക്കുറിച്ച് നിർമ്മിച്ച കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം റിലീസ് ചെയ്ത വർഷം ഏതാണ്? ഉത്തരം 2009 ഒക്ടോബർ 16. ചോദ്യം 361. കേരളവർമ്മ പഴശ്ശിരാജ സിനിമ മലയാളത്തിനു പുറമെ ഏതെല്ലാം ഭാഷകളിലാണ് മൊഴിമാറ്റി റിലീസ് ചെയ്തത്? ഉത്തരം തമിഴ്, തെലുങ്ക്, ഹിന്ദി. ചോദ്യം 362. കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിന് മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചോ? ഉത്തരം ലഭിച്ചു. മികച്ച മലയാള ചിത്രം. ചോദ്യം 363. പഴശ്ശിരാജയുടെ കഥ സിനിമയാക്കാൻ എം.ടി. വാസുദേവൻ നായർ ആധാരമാക്കിയ പ്രധാന ചരിത്രരേഖ ഏതാണ്? ഉത്തരം ബ്രിട്ടീഷ് റവന്യൂ റെക്കോർഡുകളും പഴശ്ശിരേഖകളും. ചോദ്യം 364. പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ സ്ഥാപിച്ച മരക്കോട്ടകൾ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം കാട്ടുപാതകളുടെ കവാടങ്ങളിൽ. ചോദ്യം 365. പഴശ്ശിരാജയുടെ പോരാട്ടവീര്യം കാണിക്കുന്ന പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റ് ഹിൽ കോഴിക്കോട് നഗരത്തിൽ നിന്നും എത്ര അകലെയാണ്? ഉത്തരം ഏകദേശം 5 കിലോമീറ്റർ. ചോദ്യം 366. പഴശ്ശിരാജയുടെ കാലത്ത് തലശ്ശേരിയിലെ ബ്രിട്ടീഷ് ഭരണകേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം തലശ്ശേരി കോട്ടക്കകത്ത്. ചോദ്യം 367. പഴശ്ശിരാജയുടെ പടയാളികൾ ബ്രിട്ടീഷുകാരുടെ വെടിമരുന്ന് ശാല തകർത്ത സംഭവം നടന്നത് എവിടെയാണ്? ഉത്തരം പനമരം, പെരിയ താവളങ്ങളിൽ. ചോദ്യം 368. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറാകാത്തതിനെ വിശേഷിപ്പിക്കുന്ന പദം ഏതാണ്? ഉത്തരം സ്വാഭിമാനത്തിന്റെ പ്രതീകം. ചോദ്യം 369. പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം മാവിലത്തോടിൽ നിന്നും മാനന്തവാടിയിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച സമയം എത്രയായിരുന്നു? ഉത്തരം മണിക്കൂറുകൾ നീണ്ട യാത്ര കാട്ടുവഴികളിലൂടെ. ചോദ്യം 370. പഴശ്ശിരാജയ്ക്ക് വീരമൃത്യു സംഭവിച്ച മാവിലത്തോട് ഇന്ന് ഏത് ചരിത്ര സ്മാരകത്തിന്റെ കീഴിലാണ്? ഉത്തരം വയനാട് ടൂറിസം ഡെവലപ്മെന്റ് കൗൺസിൽ, വനം വകുപ്പ്. ചോദ്യം 371. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഉത്തരം കമ്പനി ആയുധപ്പുരയിലേക്ക് മാറ്റി. ചിലത് ബ്രിട്ടനിലെ മ്യൂസിയങ്ങളിലുണ്ട്. ചോദ്യം 372. പഴശ്ശിരാജയുടെ ഒളിയുധ തന്ത്രങ്ങളെ ബ്രിട്ടീഷ് സൈന്യാധിപന്മാർ താരതമ്യം ചെയ്തത് ആരുടെ പോരാട്ടങ്ങളോടാണ്? ഉത്തരം യൂറോപ്പിലെ ഗറില്ല പോരാളികളുടെ ശൈലിയോട്. ചോദ്യം 373. പഴശ്ശിരാജയുടെ സേനയിലെ പ്രധാന വിഭാഗമായ കുറിച്യരുടെ പരമ്പരാഗത തൊഴിൽ എന്തായിരുന്നു? ഉത്തരം വേട്ടയാടലും കൃഷിയും. ചോദ്യം 374. കുറിച്യർ പഴശ്ശിരാജാവിനോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് പ്രധാന കാരണം എന്തായിരുന്നു?
ഉത്തരം പഴശ്ശിരാജ അവരുടെ ആചാരങ്ങളിലും ഭൂമിയിലും ബ്രിട്ടീഷുകാർ ഇടപെടുന്നത് തടഞ്ഞു. ചോദ്യം 375. പഴശ്ശിരാജയുടെ കാലത്ത് കമ്പനിക്കാർ ഏർപ്പെടുത്തിയ പ്രധാന നികുതികൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ഭൂനികുതി, തലവരിപ്പണം, വൃക്ഷനികുതി. ചോദ്യം 376. പഴശ്ശിരാജയുടെ ഒളിയുത കേന്ദ്രങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ പ്രദേശം ഏതായിരുന്നു? ഉത്തരം വയനാടൻ ഉൾക്കാടുകൾ. ചോദ്യം 377. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ചെലവായ തുക എത്രയായിരുന്നു? ഉത്തരം ലക്ഷക്കണക്കിന് രൂപ. കമ്പനിക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ചോദ്യം 378. പഴശ്ശിരാജയുടെ ചരിത്രം വ്യക്തമാക്കുന്ന പഴശ്ശി റെക്കോർഡ്സ് സൂക്ഷിച്ചിട്ടുള്ള പ്രധാന ആർക്കൈവ്സ് ഏതാണ്? ഉത്തരം കേരള സംസ്ഥാന ആർക്കൈവ്സ്, തിരുവനന്തപുരം. ചോദ്യം 379. പഴശ്ശിരാജയുടെ സഖ്യകക്ഷിയായ എടച്ചേന കുങ്കന്റെ ജന്മസ്ഥലം ഏത് ഗ്രാമപഞ്ചായത്തിലാണ്? ഉത്തരം പനമരം, മാനന്തവാടി മേഖലയിൽ. ചോദ്യം 380. പഴശ്ശിരാജയുടെ മരണശേഷം വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണം കൂടുതൽ ശക്തമാക്കിയ കളക്ടർ ആരാണ്? ഉത്തരം തോമസ് വാർഡൻ. ചോദ്യം 381. തോമസ് വാർഡൻ മലബാറിൽ നടപ്പിലാക്കിയ പ്രധാന ഭൂനികുതി പരിഷ്കാരം ഏതു വർഷത്തിലാണ്? ഉത്തരം 1806, വാർഡൻസ് സെറ്റിൽമെന്റ്. ചോദ്യം 382. പഴശ്ശിരാജയുടെ മരണത്തിന് കാരണമായ കരിമ്പിലിയൻ വഞ്ചകന് ബ്രിട്ടീഷുകാർ നൽകിയ പാരിതോഷികം എന്തായിരുന്നു? ഉത്തരം പണവും ഭൂമിയും. ചോദ്യം 383. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരോട് നടത്തിയ യുദ്ധത്തിൽ ഉപയോഗിച്ച പ്രധാന കോട്ടയായ പുരളിക്കോട്ട ഏത് മലയിലാണ്? ഉത്തരം പുരളിമല. ചോദ്യം 384. പുരളിമല നിലവിൽ ഏത് മുനിസിപ്പാലിറ്റിക്ക് സമീപമാണ്? ഉത്തരം മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. ചോദ്യം 385. പഴശ്ശിരാജയുടെ ജനനം കൊണ്ട് ധന്യമായ മട്ടന്നൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ. ചോദ്യം 386. പഴശ്ശിരാജയുടെ സ്മരണാർത്ഥം മട്ടന്നൂരിൽ പ്രവർത്തിക്കുന്ന പ്രധാന സർക്കാർ വിദ്യാലയം ഏതാണ്? ഉത്തരം പഴശ്ശിരാജ NSS കോളേജ്, മട്ടന്നൂർ. ചോദ്യം 387. പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂരിൽ ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1964. ചോദ്യം 388. പഴശ്ശിരാജയുടെ മരണസമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്ക് ഏത് ഇനത്തിൽപ്പെട്ടതായിരുന്നു? ഉത്തരം വിദേശനിർമ്മിതമായ നാടൻ മസ്കറ്റ് തോക്ക്. ചോദ്യം 389. പഴശ്ശിരാജയുടെ മരണവാർത്ത കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ബാബർ അറിയിച്ചത് ഏത് മാർഗത്തിലൂടെയാണ്? ഉത്തരം റണ്ണർമാർ വഴിയുള്ള അടിയന്തിര കത്ത് മൂലം. ചോദ്യം 390. പഴശ്ശിരാജയുടെ പോരാട്ടം തടയാൻ കമ്പനി പട നിർമ്മിച്ച താൽക്കാലിക പാലങ്ങൾ ഏത് നദിയിലാണ് ഉണ്ടായിരുന്നത്? ഉത്തരം കബനി നദിയിൽ. ചോദ്യം 391. പഴശ്ശിരാജയുടെ പടത്തലവന്മാരിൽ ഒരാളായ കൈതേരി അമ്പുവിന്റെ സ്മാരകം എവിടെയാണ്? ഉത്തരം കൈതേരി, കണ്ണൂർ. ചോദ്യം 392. പഴശ്ശിരാജയുടെ മരണശേഷം മലബാറിലെ പഴശ്ശി പിന്തുണക്കാരെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഉത്തരം വിചാരണ കൂടാതെ തടവിലിടുകയോ നാടുകടത്തുകയോ ചെയ്തു. ചോദ്യം 393. പഴശ്ശിരാജയുടെ ജീവചരിത്രം അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ പ്രധാന ടെലിവിഷൻ പരമ്പരകളുണ്ടോ? ഉത്തരം ഉണ്ട്. ദൂരദർശൻ നിർമ്മിച്ച ചരിത്ര പരമ്പരകൾ. ചോദ്യം 394. പഴശ്ശിരാജയുടെ സമരങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യകാല ഇംഗ്ലീഷ് പുസ്തകം രചിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഉത്തരം വില്യം ലോഗൻ. ചോദ്യം 395. പഴശ്ശിരാജയുടെ സഖ്യത്തിലായിരുന്ന ഏരനാടൻ മാപ്പിളമാരുടെ പ്രധാന നേതാവ് ആറ്റൻ കുരിക്കൾ വധിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം മഞ്ചേരിക്കടുത്ത്. ചോദ്യം 396. പഴശ്ശിരാജയുടെ അന്ത്യം നടന്ന മാവിൻതോടിന് സമീപമുള്ള പ്രശസ്തമായ ക്ഷേത്രം ഏതാണ്? ഉത്തരം പുൽപ്പള്ളി സീതാ ലവകുശ ക്ഷേത്രം, പുൽപ്പള്ളി സീത ലവകുശ ടെമ്പിൾ. ചോദ്യം 397. പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന് പഴശ്ശിരാജാവുമായുള്ള ബന്ധം എന്തായിരുന്നു? ഉത്തരം ഒളിവിലിരുന്ന കാലത്ത് രാജാവ് ഈ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരുന്നു. ചോദ്യം 398. പഴശ്ശിരാജാവിനെക്കുറിച്ചുള്ള ചരിത്രരേഖകളിൽ പരാമർശിക്കുന്ന കോട്ടയം രാജാവ് ഏത് ദൈവത്തിന്റെ ഭക്തനായിരുന്നു? ഉത്തരം മൃദംഗ ശൈലേശ്വരി ദേവി, മട്ടന്നൂർ ഇരിട്ടി വഴി. ചോദ്യം 399.
പഴശ്ശിരാജ പൂജ നടത്തിയിരുന്ന പ്രശസ്തമായ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന്. ചോദ്യം 400. പഴശ്ശിരാജയുടെ യുദ്ധത്തിനു മുൻപ് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന പ്രസിദ്ധമായ സങ്കല്പം ഏതാണ്? ഉത്തരം യുദ്ധവിജയത്തിനായുള്ള കുലദേവതാ പ്രാർത്ഥന. ചോദ്യം 401. പഴശ്ശിരാജയുടെ കുലദേവതയായ മൃദംഗശൈലേശ്വരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മുഴക്കുന്ന് മട്ടന്നൂരിനടുത്ത്. ചോദ്യം 402. പഴശ്ശിരാജ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടുന്നതിന് മുന്നോടിയായി മൃദംഗശൈലേശ്വരി ദേവിയെ വന്ദിച്ച് ആരംഭിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ആയോധന അനുഷ്ഠാനം ഏതാണ്? ഉത്തരം വടക്കൻ കളരിപ്പയറ്റും കുലദേവതാ പൂജയും. ചോദ്യം 403. പഴശ്ശിരാജയുടെ മരണശേഷം കോട്ടയം രാജവംശത്തിലെ അംഗങ്ങൾക്ക് ബ്രിട്ടീഷുകാർ അനുവദിച്ച പെൻഷൻ സമ്പ്രദായം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം മാലികാന. ചോദ്യം 404. പഴശ്ശിരാജയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടന്ന കാലയളവിൽ മദ്രാസ് ഗവർണറായിരുന്നത് ആരാണ്? ഉത്തരം ലോർഡ് എഡ്വേർഡ് ക്ലൈവ്. 1798 മുതൽ 1803 വരെ. ചോദ്യം 405. 1803 മുതൽ 1807 വരെ മദ്രാസ് ഗവർണറായിരുന്ന ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ കാലത്താണ് പഴശ്ശിരാജ വീരമൃത്യു വരിച്ചത്? ഉത്തരം ലോർഡ് വില്യം ബെന്റിംഗ്. ചോദ്യം 406. പഴശ്ശിരാജയുടെ ഒന്നാം വിപ്ലവകാലത്ത് 1793 മുതൽ 1797 വരെ ബ്രിട്ടീഷ് സർക്കാരിന്റെ ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നോ മലബാർ? ഉത്തരം അതെ. 1800-ലാണ് മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാക്കുന്നത്. ചോദ്യം 407. പഴശ്ശിരാജയുടെ വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ മലബാറിൽ കൊണ്ടുവന്ന പ്രത്യേക മിലിറ്ററി റോഡുകൾ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം കമ്പനി സൈനിക പാതകൾ, കമ്പനി മിലിറ്ററി റോഡ്സ്. ചോദ്യം 408. വയനാട്ടിലെ താമരശ്ശേരി ചുരം വഴി സൈനിക നീക്കം നടത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ജനവിഭാഗം ഏതാണ്? ഉത്തരം പണിയ ഗോത്രവിഭാഗം, കരിന്തണ്ടൻ. ചോദ്യം 409. പഴശ്ശിരാജയുടെ പടത്തലവന്മാരിൽ ഒരാളായ കണ്ണവത്ത് നമ്പ്യാരുടെ തറവാട് സ്ഥിതി ചെയ്യുന്ന കണ്ണവം ഏത് താലൂക്കിന്റെ ഭാഗമാണ്? ഉത്തരം തലശ്ശേരി താലൂക്ക്. ചോദ്യം 410. പഴശ്ശിരാജയുടെ ആസ്ഥാനമായിരുന്ന പടിഞ്ഞാറേ കോവിലകത്തിന് പുറമെ കോട്ടയം രാജവംശത്തിനുണ്ടായിരുന്ന മറ്റ് ശാഖകൾ ഏതെല്ലാം? ഉത്തരം കിഴക്കേ കോവിലകം, തെക്കേ കോവിലകം. ചോദ്യം 411. പഴശ്ശിരാജയുടെ കാലത്ത് കമ്പനി സൈന്യം ഉപയോഗിച്ചിരുന്ന പ്രധാനം പീരങ്കികൾ സൂക്ഷിച്ചിരുന്ന മലബാറിലെ ബ്രിട്ടീഷ് കേന്ദ്രം ഏതാണ്? ഉത്തരം തലശ്ശേരി കോട്ട, ടെലിച്ചെറി ഫോർട്ട്. ചോദ്യം 412. പഴശ്ശിരാജയുടെ വധത്തിന് ശേഷം തോമസ് ഹാർവി ബാബറിന് ബ്രിട്ടീഷ് കമ്പനി നൽകിയ പാരിതോഷികം എന്തായിരുന്നു? ഉത്തരം പ്രത്യേക പ്രശസ്തി പത്രവും പണക്കിഴിയും ഉയർന്ന പദവിയും. ചോദ്യം 413. പഴശ്ശിരാജയെ വീരമൃത്യുവിലേക്ക് നയിച്ച മാവിലത്തോട് ഏറ്റുമുട്ടൽ നടന്നപ്പോൾ ബാബറുടെ കൂടെയുണ്ടായിരുന്ന ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസർ ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ക്ലാപ്പം. ചോദ്യം 414. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ ബാബർ തട്ടിക്കൂട്ടിയ വിറക്കുപുര നിർമ്മിച്ചത് ഏത് മരം കൊണ്ടായിരുന്നു? ഉത്തരം ചന്ദനമരവും പ്രദേശത്തുനിന്നും ശേഖരിച്ച ഉണക്കമരങ്ങളും കൊണ്ട്. ചോദ്യം 415. പഴശ്ശിരാജയെ സംസ്കരിച്ച സ്ഥലത്ത് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ ഓർമ്മക്കുറിപ്പ് എന്തായിരുന്നു? ഉത്തരം ലളിതമായ ഒരു കല്ലറ, പിന്നീട് അത് സ്മാരകമായി മാറി. ചോദ്യം 416. പഴശ്ശിരാജയുടെ സ്മരണ നിലനിർത്തുന്ന മാനന്തവാടിയിലെ പഴശ്ശി കുടീരത്തിന് സമീപമുള്ള മ്യൂസിയം പരിപാലിക്കുന്നത് ആരാണ്? ഉത്തരം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പ്. ചോദ്യം 417. പഴശ്ശിരാജയുടെ ഒളിയുധ ശൈലിയെക്കുറിച്ച് പഠിക്കാൻ പിൽക്കാലത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈനിക സ്കൂളുകളിൽ ഉപയോഗിച്ച രേഖകൾ ഏവയാണ്? ഉത്തരം ആർതർ വെല്ലസ്ലിയുടെയും തോമസ് ബാബറുടെയും റിപ്പോർട്ടുകൾ. ചോദ്യം 418. പഴശ്ശിരാജ ബ്രിട്ടീഷ് നികുതി നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചതോടെ മലബാറിലുണ്ടായ പ്രധാന സാമ്പത്തിക പ്രതിസന്ധി എന്തായിരുന്നു? ഉത്തരം കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനാവാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടക്കെണിയിലായി. ചോദ്യം 419.
പഴശ്ശി വിപ്ലവത്തിൽ പങ്കെടുക്കുകയും പിന്നീട് ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്ത പ്രമുഖ മാപ്പിള പോരാളി ആരാണ്? ഉത്തരം ഉണ്ണിമൂസ മൂപ്പൻ. ചോദ്യം 420. ഉണ്ണിമൂസ മൂപ്പന്റെ താവളമായിരുന്ന പുരട്ടൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മലപ്പുറം, കോഴിക്കോട് അതിർത്തി മേഖലകളിൽ. ചോദ്യം 421. പഴശ്ശിരാജയുടെ വിപ്ലവം കേരള ചരിത്രത്തിലെ ഏത് പ്രധാന ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത്? ഉത്തരം ആദ്യകാല ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിരോധ പ്രസ്ഥാനങ്ങൾ, ഏർലി ആന്റി ബ്രിട്ടീഷ് അപ്രൈസിംഗ്സ്. ചോദ്യം 422. പഴശ്ശിരാജയുടെ സമരം പരാജയപ്പെടാൻ ഇടയാക്കിയ സൈനികമായ പോരായ്മ എന്തായിരുന്നു? ഉത്തരം വെടിമരുന്നിന്റെയും ആധുനിക ആയുധങ്ങളുടെയും ക്ഷാമം. ചോദ്യം 423. പഴശ്ശിരാജ തന്റെ പടയാളികൾക്ക് പരിശീലനം നൽകാനായി വയനാടൻ കാടുകളിൽ സ്ഥാപിച്ച കളരികൾ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം പഴശ്ശി കളരികൾ. ചോദ്യം 424. പഴശ്ശിരാജയെക്കുറിച്ചുള്ള ചരിത്ര സാമഗ്രികൾ സൂക്ഷിച്ചിട്ടുള്ള തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രം ഏതാണ്? ഉത്തരം സെൻട്രൽ ആർക്കൈവ്സ്, സെൻട്രൽ ആർക്കൈവ്സ്, ട്രിവാൻഡ്രം. ചോദ്യം 425. പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തെ വലക്കാൻ ഉപയോഗിച്ച വ്യാജ താവളങ്ങൾ, ഡമ്മി ക്യാമ്പ്സ് എന്ന തന്ത്രം എന്തായിരുന്നു? ഉത്തരം പലയിടങ്ങളിലായി തീ കൂട്ടി കമ്പനി സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കുക. ചോദ്യം 426. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിൽ വിപ്ലവകാരികൾ ഉപയോഗിച്ച വാർത്താവിനിമയ രീതി എന്തായിരുന്നു? ഉത്തരം കാഹളധ്വനികളും മരക്കൊമ്പുകളിൽ അടിച്ചുള്ള ശബ്ദങ്ങളും രഹസ്യദൂതന്മാരും. ചോദ്യം 427. പഴശ്ശിരാജയുടെ അന്ത്യം നടന്ന മാവിൻതോട് ഏത് സംരക്ഷിത വനമേഖലയോട് ചേർന്നാണ് കിടക്കുന്നത്? ഉത്തരം വയനാട് വന്യജീവി സങ്കേതം. ചോദ്യം 428. പഴശ്ശിരാജ വീരമൃത്യു വരിച്ച് ഒരു നൂറ്റാണ്ട് തികഞ്ഞ 1905 ബ്രിട്ടീഷ് രേഖകളിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പരാമർശിച്ചത്? ഉത്തരം കമ്പനി ഭരണത്തിന് മലബാറിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഭീഷണി. ചോദ്യം 429. പഴശ്ശിരാജാവിനെ വീരനായകൻ എന്ന് വിശേഷിപ്പിച്ച് കവിതകൾ രചിച്ച വടക്കൻ മലബാറിലെ നാടൻ കവികൾ ഏത് ശൈലിയിലാണ് പാടിയത്? ഉത്തരം തോറ്റംപാട്ട്, തച്ചോളി പാട്ട് ശൈലിയിൽ. ചോദ്യം 430. പഴശ്ശിരാജയുടെ ഭരണകാലത്ത് വടക്കൻ മലബാറിലെ പ്രധാന തുറമുഖ കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം തലശ്ശേരി, ധർമ്മടം. ചോദ്യം 431. പഴശ്ശിരാജയുടെ യുദ്ധകാലത്ത് ബ്രിട്ടീഷുകാർ ധർമ്മടം ദ്വീപ് സ്വന്തമാക്കാൻ കാരണം എന്തായിരുന്നു? ഉത്തരം സുരക്ഷിതമായ ആയുധ സംഭരണ കേന്ദ്രവും വ്യാപാര കേന്ദ്രവുമായതിനാൽ. ചോദ്യം 432. പഴശ്ശിരാജയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പ്രശസ്ത ചരിത്രരേഖയായ കേരള പ്രൊവിൻഷ്യൽ റെക്കോർഡ്സ് എവിടെ ലഭ്യമാണ്? ഉത്തരം മദ്രാസ് ആർക്കൈവ്സിൽ. ചോദ്യം 433. പഴശ്ശിരാജ ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച വിളംബരം അറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം പഴശ്ശി വിളംബരം, 1796. ചോദ്യം 434. പഴശ്ശിരാജയുടെ സമരത്തിൽ സജീവമായി പങ്കെടുത്ത വടകരയിലെ നാട്ടുപ്രഭുക്കൾ ആരെല്ലാമായിരുന്നു? ഉത്തരം കടത്തനാട് രാജവംശത്തിലെ വിമത വിഭാഗങ്ങൾ. ചോദ്യം 435. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം പഴശ്ശി സർക്യൂട്ട്, പഴശ്ശി ഹെറിറ്റേജ് സർക്യൂട്ട്. ചോദ്യം 436. പഴശ്ശി ഹെറിറ്റേജ് സർക്യൂട്ടിൽ ഉൾപ്പെടുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം പഴശ്ശി, മട്ടന്നൂർ, പുരളിമല, പനമരം, മാനന്തവാടി, മാവിലത്തോട്. ചോദ്യം 437. പഴശ്ശിരാജയുടെ ഭൗതിക ശരീരം സംസ്കരിച്ച കുടീരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വരികൾ ഏത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റേതാണ്? ഉത്തരം തോമസ് ഹാർവി ബാബർ. ചോദ്യം 438. തോമസ് ബാബറുടെ അവിടുത്തെ പ്രശസ്തമായ പ്രസ്താവന ഏതാണ്? ഉത്തരം We have suppressed a great spirit, but we could not conquer his pride. നമ്മൾ ഒരു മഹത്തായ ആത്മാവിനെ അടിച്ചമർത്തി, എന്നാൽ അദ്ദേഹത്തിന്റെ അഭിമാനത്തെ കീഴടക്കാൻ കഴിഞ്ഞില്ല. ചോദ്യം 439. പഴശ്ശിരാജയുടെ വിപ്ലവം അടിച്ചമർത്തപ്പെട്ടതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ പ്രധാന നികുതി പിരിവ് കേന്ദ്രം ഏതാണ്? ഉത്തരം കോഴിക്കോട് ഹുസൂർ കച്ചേരി. ചോദ്യം 440.
പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തെ പിന്തുണച്ച കുറിച്യരുടെ പടത്തലവൻ തലക്കൽ ചന്തുവിന്റെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ഉത്തരം മാനന്തവാടിയിലും പനമരത്തും. ചോദ്യം 441. പഴശ്ശിരാജാവിനെ പിടികൂടാൻ സഹായിച്ച പ്രാദേശിക വഞ്ചകരെ ആദിവാസികൾ പിന്നീട് എന്ത് ചെയ്തു? ഉത്തരം കാടുകളിൽ വെച്ച് വധിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തു. ചോദ്യം 442. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങളെ പ്രതിപാദിക്കുന്ന പ്രശസ്തമായ ചരിത്ര നാടകം പഴശ്ശിരാജ രചിച്ചത് ആരാണ്? ഉത്തരം തിക്കോടിയൻ. കെ. എ. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള പലരും നാടകങ്ങളാക്കിയിട്ടുണ്ട്. ചോദ്യം 443. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉപയോഗിച്ച തദ്ദേശീയ പീരങ്കികൾ നിർമ്മിച്ചത് എവിടെ നിന്നായിരുന്നു? ഉത്തരം വിദേശ വ്യാപാരികളിൽ നിന്നും മൈസൂർ പടയിൽ നിന്നും പിടിച്ചെടുത്തവ. ചോദ്യം 444. പഴശ്ശിരാജയുടെ പടയാളികൾ പെരിയ ചുരത്തിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യത്തെ ആക്രമിക്കാൻ ഉപയോഗിച്ച മരപ്പൊത്തുകളിലെ ഒളിയാക്രമണ രീതി ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം ഒളിയുധ തന്ത്രങ്ങൾ, ഗറില്ല വാർഫെയർ. ചോദ്യം 445. പഴശ്ശിരാജ മരിച്ച മാവിൻതോട് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ല. ചോദ്യം 446. പഴശ്ശിരാജയുടെ വിപ്ലവത്തിൽ വയനാടൻ ചെട്ടികൾ നൽകിയ പ്രധാന സംഭാവന എന്തായിരുന്നു? ഉത്തരം ധാന്യങ്ങളും യുദ്ധസാമഗ്രികളും ഒളിവ് കേന്ദ്രങ്ങളിൽ എത്തിച്ചു നൽകി. ചോദ്യം 447. പഴശ്ശിരാജയുടെ ജീവചരിത്രം PSC പരീക്ഷകളിൽ ഏത് വിഭാഗത്തിലാണ് പ്രധാനമായും ചോദിക്കാറുള്ളത്? ഉത്തരം കേരള ചരിത്രം, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ. ചോദ്യം 448. പഴശ്ശിരാജയുടെ സഹോദരന്മാരും കുടുംബാംഗങ്ങളും അഭയം പ്രാപിച്ച കാസർഗോഡൻ പ്രദേശം ഏതാണ്? ഉത്തരം നീലേശ്വരം രാജവംശം. ചോദ്യം 449. പഴശ്ശിരാജയുടെ മരണശേഷം മലബാറിൽ ശാന്തിയും സമാധാനവും പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നയം ഏതാണ്? ഉത്തരം സമാധാനീകരണ നയം, പാസിഫിക്കേഷൻ പോളിസി. ചോദ്യം 450. പഴശ്ശിരാജയുടെ പ്രധാന ഉപദേശകനായ എടച്ചേന കുങ്കന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികശരീരം ബ്രിട്ടീഷുകാർ എന്തു ചെയ്തു? ഉത്തരം പരസ്യമായി പ്രദർശിപ്പിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി. ചോദ്യം 451. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ യുദ്ധങ്ങൾ എത്ര വർഷം നീണ്ടുനിന്നു? ഉത്തരം 12 വർഷത്തോളം, 1793 മുതൽ 1805 വരെ. ചോദ്യം 452. പഴശ്ശിരാജയുടെ ഒന്നാം വിപ്ലവം അവസാനിക്കാൻ ഇടയാക്കിയ കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? ഉത്തരം 1797. ചോദ്യം 453. പഴശ്ശിരാജയുടെ രണ്ടാം വിപ്ലവം ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1800. ചോദ്യം 454. പഴശ്ശിരാജയുടെ രണ്ടാം വിപ്ലവം അവസാനിച്ച വർഷം ഏതാണ്? ഉത്തരം 1805, അദ്ദേഹത്തിന്റെ മരണത്തോടെ. ചോദ്യം 455. പഴശ്ശിരാജയുടെ സഖ്യകക്ഷിയായ ചിറ്റക്കൽ തമ്പുരാനെ ബ്രിട്ടീഷുകാർ തടവിലിട്ട സ്ഥലം ഏതാണ്? ഉത്തരം തലശ്ശേരി. ചോദ്യം 456. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തിൽ പങ്കെടുത്ത കുറിച്യരുടെ ആയോധന സ്കൂളുകൾ ഏതു പേരിൽ അറിയപ്പെട്ടു? ഉത്തരം കുറിച്യ കളരികൾ. ചോദ്യം 457. പഴശ്ശിരാജയുടെ മരണവാർത്ത കേട്ട് ആത്മഹത്യ ചെയ്ത പോരാളികളെക്കുറിച്ച് ചരിത്രത്തിൽ പരാമർശമുണ്ടോ? ഉത്തരം ഉണ്ട്. ചില വിശ്വസ്ത അനുയായികൾ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ജീവനൊടുക്കി. ചോദ്യം 458. പഴശ്ശിരാജ നിർമ്മിച്ച കുറ്റ്യാടി ചുരം റോഡ് ബ്രിട്ടീഷുകാർ പിന്നീട് എന്താക്കി മാറ്റി? ഉത്തരം വ്യാപാര പാതയാക്കി മാറ്റി. ചോദ്യം 459. പഴശ്ശിരാജയുടെ ജന്മസ്ഥലമായ മട്ടന്നൂരിലെ പഴശ്ശിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സാംസ്കാരിക സ്ഥാപനം ഏതാണ്? ഉത്തരം പഴശ്ശിരാജ സ്മാരക ഗ്രന്ഥാലയം, സാംസ്കാരിക കേന്ദ്രം. ചോദ്യം 460. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ പ്രതിപാദിക്കുന്ന MD വാസുദേവൻ നായരുടെ പ്രശസ്ത തിരക്കഥ ഏതാണ്? ഉത്തരം കേരളവർമ്മ പഴശ്ശിരാജ, 2009. ചോദ്യം 461. പഴശ്ശിരാജയുടെ അന്ത്യം നടന്ന മാവിലത്തോടിൽ നിർമ്മിച്ചിട്ടുള്ള സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ, ജനപ്രതിനിധികൾ. ചോദ്യം 462. പഴശ്ശിരാജയുടെ യുദ്ധകാലത്ത് കമ്പനി സൈന്യത്തെ നയിച്ച കേണൽ ഡൌവിന്റെ പ്രധാന പരാജയം ഏത് യുദ്ധത്തിലായിരുന്നു? ഉത്തരം പെരിയ ചുരം യുദ്ധം, 1797. ചോദ്യം 463. പെരിയ ചുരം യുദ്ധത്തിൽ കേണൽ ഡൌവിന് പിന്മാറേണ്ടി വന്നത് എന്തുകൊണ്ട്?
ഉത്തരം പഴശ്ശിപ്പടയുടെ ഒളിയാക്രമണത്തിലും കനത്ത മഴയിലും പെട്ട് സൈന്യം ഛിന്നഭിന്നമായതിനാൽ. ചോദ്യം 464. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം അന്യദേശക്കാരായ കമ്പനിക്കാർക്ക് നികുതി നൽകില്ല, നാടിന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കും. ചോദ്യം 465. പഴശ്ശിരാജയുടെ കാലത്ത് വയനാടൻ മലനിരകളിൽ താമസിച്ചിരുന്ന പ്രധാന വനവാസി ഗോത്രങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം കുറിച്യർ, കുറുമ്പർ, പണിയർ, അടിയർ. ചോദ്യം 466. പഴശ്ശിരാജയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയതിന് ബ്രിട്ടീഷുകാർ പിഴ ഈടാക്കിയ പ്രമുഖ ജന്മികുടുംബങ്ങൾ ഏവ? ഉത്തരം കണ്ണവം, കൈതേരി, വടകര തറവാടുകൾ. ചോദ്യം 467. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്ടെ ഈസ്റ്റ് ഹിൽ ഏത് റെയിൽവേ സ്റ്റേഷന് സമീപമാണ്? ഉത്തരം കോഴിക്കോട് പ്രധാന റെയിൽവേ സ്റ്റേഷന് സമീപം, ഏകദേശം 6 കിലോമീറ്റർ. ചോദ്യം 468. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾ ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി അംഗീകരിച്ചത് എപ്പോഴാണ്? ഉത്തരം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിൽ ICHR വഴി. ചോദ്യം 469. പഴശ്ശിരാജയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ കൈതേരി മാക്കം എവിടെയാണ് തടവിൽ കഴിഞ്ഞത്? ഉത്തരം കണ്ണൂർ കോട്ടയ്ക്ക് സമീപമുള്ള ബ്രിട്ടീഷ് സംരക്ഷണ കേന്ദ്രത്തിൽ. ചോദ്യം 470. കൈതേരി മാക്കം അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം പഴശ്ശിരാജയുടെ മരണത്തിന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം. ചോദ്യം 471. പഴശ്ശിരാജയുടെ സൈന്യത്തിലുണ്ടായിരുന്ന കോൾക്കാർ സേന പിന്നീട് ബ്രിട്ടീഷ് പക്ഷത്തേക്ക് മാറാൻ കാരണം എന്തായിരുന്നു? ഉത്തരം ബ്രിട്ടീഷുകാർ നൽകിയ ഉയർന്ന ശമ്പളവും ഭീഷണിയും കാരണം. ചോദ്യം 472. പഴശ്ശിരാജയുടെ ഒളിയുധ കേന്ദ്രങ്ങളിൽ ഒന്നായ പാലക്കാട് മലനിരകൾ ഏത് വയനാടൻ അതിർത്തിയിലാണ്? ഉത്തരം കോഴിക്കോട് വയനാട് അതിർത്തിയിൽ. ചോദ്യം 473. പഴശ്ശിരാജയെക്കുറിച്ചുള്ള ചരിത്ര പഠനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ച ബ്രിട്ടീഷ് രേഖകൾ ഏവയാണ്? ഉത്തരം മദ്രാസ് ജുഡീഷ്യൽ കൺസൾട്ടേഷൻസ് ആൻഡ് റവന്യൂ റെക്കോർഡ്സ്. ചോദ്യം 474. പഴശ്ശിരാജ ബ്രിട്ടീഷ് കമ്പനിയുമായി നടത്തിയ സന്ധികൾ ഏതെല്ലാമാണ്? ഉത്തരം 1797 കരാർ, താത്കാലിക സന്ധി. ചോദ്യം 475. പഴശ്ശിരാജയുടെ ഓർമ്മയ്ക്കായി തപാൽ വകുപ്പ് പുറത്തിറക്കിയ തപാലുറ സ്പെഷ്യൽ കവർ ലഭ്യമാക്കിയത് ഏത് വർഷത്തിലാണ്? ഉത്തരം പഴശ്ശി വിപ്ലവത്തിന്റെ വാർഷിക ആഘോഷവേളകളിൽ. ചോദ്യം 476. പഴശ്ശിരാജയുടെ ഒളിയുദ്ധത്തെ തകർക്കാൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ച കണ്ണൂർ ലൈൻ, കാനനൂർ ലൈൻ എന്തായിരുന്നു? ഉത്തരം കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള സൈനിക വിതരണ പാത. ചോദ്യം 477. പഴശ്ശിരാജയുടെ പോരാട്ടവീര്യത്തെ വാഴ്ത്തിക്കൊണ്ട് കേണൽ വെല്ലസ്ലി തന്റെ സഹോദരനായ ഗവർണർ ജനറലിന് എഴുതിയ കത്തിൽ പരാമർശിച്ചത് എന്താണ്? ഉത്തരം മലബാറിലെ കാടുകളിൽ വെച്ച് ഇയാളെ തോൽപ്പിക്കുക എന്നത് അത്യന്തം ദുഷ്കരമാണ്. ചോദ്യം 478. പഴശ്ശിരാജയുടെ സേനയിലെ പ്രധാന ആയുധമായ വില്ലും അമ്പും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന മുള ഏത് ഇനത്തിൽപ്പെട്ടതായിരുന്നു? ഉത്തരം വയനാടൻ കാടുകളിലെ ഉറപ്പുള്ള കല്ലൻ മുളകൾ. ചോദ്യം 479. പഴശ്ശിരാജയുടെ അന്ത്യം നടന്ന മാവിൻതോട് സ്മാരകത്തിൽ നിർമ്മിച്ചിട്ടുള്ള കൽമണ്ഡപം ഏത് ശൈലിയിലാണ്? ഉത്തരം പരമ്പരാഗത തനിമ നിലനിർത്തുന്ന കൽമണ്ഡപം. ചോദ്യം 480. പഴശ്ശിരാജയുടെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആദ്യ ചിത്രമായ പഴശ്ശിരാജ 1964 നിർമ്മിച്ച സ്റ്റുഡിയോ ഏതാണ്? ഉത്തരം ഉദയ സ്റ്റുഡിയോ, ആലപ്പുഴ. ചോദ്യം 481. 1964 പഴശ്ശിരാജ ചിത്രത്തിന് സംഗീതം നൽകിയത് ആരാണ്? ഉത്തരം ചിദംബരനാഥ്. ചോദ്യം 482. 1964 പഴശ്ശിരാജ ചിത്രത്തിലെ പ്രശസ്തമായ പാട്ടുകൾ രചിച്ചത് ആരാണ്? ഉത്തരം വയലാർ രാമവർമ്മ. ചോദ്യം 483. 2009 കേരളവർമ്മ പഴശ്ശിരാജ സിനിമയിൽ ആര്യൻ എന്ന ബ്രിട്ടീഷ് കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം വിദേശ നടന്മാർ. തോമസ് ഹാർവി ബാബർ അവതരിപ്പിച്ചത് ഹാരികി. ക്യാപ്റ്റൻ ഹഗ് മക്ലീൻ അവതരിപ്പിച്ചത് അലക്സ് ഓനെൽ. ചോദ്യം 484. പഴശ്ശിരാജയെ കേരളത്തിന്റെ ഛത്രപതി ശിവാജി എന്ന് ചില ചരിത്രകാരന്മാർ ഉപമിക്കാൻ കാരണമെന്താണ്?
ഉത്തരം രണ്ടുപേരും ഗറില്ല യുദ്ധമുറയിൽ അത്യന്തം വിദഗ്ധരായിരുന്നു എന്നതിനാൽ. ചോദ്യം 485. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോൾ സഹായിച്ച കണ്ണൂരിലെ അറക്കൽ രാജവംശം ഏത് പ്രദേശത്തായിരുന്നു? ഉത്തരം കണ്ണൂർ നഗരവും ലക്ഷദ്വീപും ഭരിച്ചിരുന്ന മുസ്ലിം രാജവംശം. ചോദ്യം 486. അറക്കൽ ബീവി പഴശ്ശിരാജയ്ക്ക് രഹസ്യമായി നൽകിയ സഹായം എന്തായിരുന്നു? ഉത്തരം ആയുധങ്ങളും ഉപ്പും വസ്ത്രങ്ങളും. ചോദ്യം 487. പഴശ്ശിരാജയുടെ യുദ്ധകാലത്ത് മലബാറിൽ അനുഭവപ്പെട്ട പ്രധാന ഭക്ഷ്യക്ഷാമം എന്തായിരുന്നു? ഉത്തരം അരിയുടെയും ഉപ്പിന്റെയും കടുത്ത ക്ഷാമം. ചോദ്യം 488. പഴശ്ശിരാജയുടെ ഒളിയുധ സംഘങ്ങൾ തങ്ങിയിരുന്ന മട്ടന്നൂർ കോവിലകം ബ്രിട്ടീഷുകാർ തകർത്ത വർഷം ഏതാണ്? ഉത്തരം 1796. ചോദ്യം 489. പഴശ്ശിരാജയുടെ ഒളിയുധ പോരാളികൾ കാടുകളിൽ രാത്രികാലങ്ങളിൽ വെളിച്ചത്തതിന് ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു? ഉത്തരം പന്തങ്ങളും കാട്ടുചൂട്ടുകളും. ചോദ്യം 490. പഴശ്ശിരാജയുടെ മരണത്തിന് ശേഷം ബ്രിട്ടീഷുകാർ മലബാറിലെ വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തിയെന്ന് പ്രഖ്യാപിച്ച പ്രോക്ലമേഷൻ പുറത്തിറങ്ങിയ വർഷം ഏതാണ്? ഉത്തരം 1806 ജനുവരി. ചോദ്യം 491. പഴശ്ശിരാജയുടെ കഥ പ്രതിപാദിക്കുന്ന വിദേശരേഖകൾ ഏത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്? ഉത്തരം ലണ്ടനിലെ മദ്രാസ് ഓഫീസ് റെക്കോർഡ്സ് ബ്രിട്ടീഷ് ലൈബ്രറി. ചോദ്യം 492. പഴശ്ശിരാജയുടെ പോരാട്ടങ്ങൾക്ക് ശക്തി പകർന്ന വയനാടൻ കുറ്റ്യാടി ചുരം ഇന്ന് ഏത് ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരം കോഴിക്കോട് വയനാട്. ചോദ്യം 493. പഴശ്ശിരാജയുടെ കാലത്ത് തലശ്ശേരിയിലെ കമ്പനി കച്ചേരി സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ്? ഉത്തരം തലശ്ശേരി കടലോരത്ത്, ഇന്നത്തെ ഫോർട്ട് ഏരിയ. ചോദ്യം 494. പഴശ്ശിരാജ ബ്രിട്ടീഷ് സൈന്യത്തെ തടയാനുണ്ടാക്കിയ തടയണകൾ ഏത് പുഴയിലാണ് നിർമ്മിച്ചിരുന്നത്? ഉത്തരം മാനന്തവാടി പുഴയിലും പനമരം പുഴയിലും. ചോദ്യം 495. പഴശ്ശിരാജയുടെ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരായ കർഷകരുടെ സ്മരണക്കായി നിർമ്മിച്ച തറകൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം വിപ്ലവതറകൾ പടയാളിക്കല്ലുകൾ. ചോദ്യം 496. പഴശ്ശിരാജയുടെ അന്ത്യം നടന്ന മാവിൻതോട് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്നത് ഏത് ദിനത്തിലാണ്? ഉത്തരം നവംബർ 30 പഴശ്ശി ചരമദിനം വീരമൃത്യുദിനം. ചോദ്യം 497. പഴശ്ശിരാജയുടെ പടത്തലവന്മാരിൽ ഒരാളായ കണ്ണവത്ത് നമ്പ്യാരുടെ ഓർമ്മയ്ക്കായി കണ്ണവത്ത് പ്രവർത്തിക്കുന്ന സ്മാരകം ഏതാണ്? ഉത്തരം കണ്ണവം സ്മാരക വായനശാലയും പാർക്കും. ചോദ്യം 498. പഴശ്ശിരാജാവിന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ ദ റെബല്യൻ ഓഫ് പഴശ്ശി രാജ എന്ന ചരിത്രഗ്രന്ഥങ്ങൾ ആരുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പ്രൊഫസർ KKN കുറുപ്പ്. ചോദ്യം 499. പഴശ്ശിരാജയുടെ സ്മരണയ്ക്കായി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളുണ്ടോ? ഉത്തരം കായിക സാഹിത്യ ചരിത്ര മേഖലകളിൽ പഴശ്ശിരാജയുടെ പേരിൽ പ്രാദേശിക പുരസ്കാരങ്ങൾ നൽകിവരുന്നു. ചോദ്യം 500. പഴശ്ശിരാജയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ ഒറ്റവാക്കിൽ എങ്ങനെ വിശേഷിപ്പിക്കാം? ഉത്തരം കേരള സിംഹത്തിന്റെ മാതൃഭൂമിക്കായുള്ള അറ്റമില്ലാത്ത ധീരപോരാട്ടം. കേരള PSC മുൻകാല പരീക്ഷകളിൽ പഴശ്ശിരാജയെക്കുറിച്ച് ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇനിയുള്ള ഭാഗത്ത്. ചോദ്യം 1. കേരള സിംഹം എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആര്? ഉത്തരം പഴശ്ശിരാജ. ചോദ്യം 2. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചതാര്? ഉത്തരം സർദാർ KM പണിക്കർ. ചോദ്യം 3. പഴശ്ശിരാജ ഏത് കോവിലകത്തിലെ ഭരണാധികാരിയായിരുന്നു? ഉത്തരം കോട്ടയം പടിഞ്ഞാറെ കോവിലകം കണ്ണൂർ. ചോദ്യം 4. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത്? ഉത്തരം 1793 മുതൽ 1797 വരെ. ചോദ്യം 5. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ഏത്? ഉത്തരം 1800 മുതൽ 1805 വരെ. ചോദ്യം 6. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് പെട്ടെന്നുണ്ടായ പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ വീരവർമ്മയ്ക്ക് നൽകിയത്. ചോദ്യം 7. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായ പ്രധാന സംഭവം എന്തായിരുന്നു? ഉത്തരം വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ ശ്രമം. ചോദ്യം 8.
ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജാവ് നടപ്പിലാക്കിയ പ്രധാന യുദ്ധമുറ ഏതാണ്? ഉത്തരം ഗറില്ല യുദ്ധമുറ, ഒളിപ്പോര്. ചോദ്യം 9. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? ഉത്തരം തലക്കൽ ചന്തു. ചോദ്യം 10. പഴശ്ശിരാജയെ സഹായിച്ച പ്രമുഖ കുറുമ്പ സമുദായ നേതാവ് ആരാണ്? ഉത്തരം എടച്ചേന കുങ്കൻ. ചോദ്യം 11. തലക്കൽ ചന്തുവിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ സ്ഥലം ഏതാണ്? ഉത്തരം പനമരം, 1805. ചോദ്യം 12. പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാരുടെ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച വർഷവും തീയതിയും ഏത്? ഉത്തരം 1805 നവംബർ 30. ചോദ്യം 13. പഴശ്ശിരാജാവ് വീരമൃത്യു വരിച്ച സ്ഥലം ഏതാണ്? ഉത്തരം മാവിൻതോട്, വയനാട്. ചോദ്യം 14. പഴശ്ശിരാജയുടെ സ്മൃതിമണ്ഡപം, കുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മാനന്തവാടി, വയനാട്. ചോദ്യം 15. പഴശ്ശിരാജയുടെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് കളക്ടർ ആര്? ഉത്തരം തോമസ് ഹാർവി ബാബർ. ചോദ്യം 16. ഒരു വിപ്ലവകാരിയെയാണ് നാം സംസ്കരിച്ചത്, എന്നാൽ അദ്ദേഹം ആ നാടിന്റെ വീരപുരുഷനായിരുന്നു എന്ന് പഴശ്ശിയെക്കുറിച്ച് പ്രസ്താവിച്ചതാര്? ഉത്തരം തോമസ് ഹാർവി ബാബർ. ചോദ്യം 17. പഴശ്ശിരാജയെ സഹായിച്ച പ്രമുഖ നായർ പടത്തലവന്മാർ ആരെല്ലാം? ഉത്തരം കൈതേരി അമ്പു, കൈതേരി കമ്മരൻ. ചോദ്യം 18. പഴശ്ശി വിപ്ലവങ്ങൾ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച പ്രത്യേക സായുധ സേന ഏതാണ്? ഉത്തരം കോൽഖ. ചോദ്യം 19. പഴശ്ശി അണക്കെട്ട്, പഴശ്ശി ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം വളപട്ടണം പുഴ, കണ്ണൂർ ജില്ല. ചോദ്യം 20. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. ചോദ്യം 21. പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? ഉത്തരം കേരളവർമ്മ. ചോദ്യം 22. ബ്രിട്ടീഷുകാരുമായി സന്ധി ചെയ്യുന്നതിനു മുമ്പ് പഴശ്ശിരാജാവ് ആരെയൊക്കെ പ്രതിരോധിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചു? ഉത്തരം ഹൈദരലി, ടിപ്പു സുൽത്താൻ, മൈസൂർ ഭരണാധികാരികൾ. ചോദ്യം 23. പഴശ്ശിരാജാവിനെ സഹായിച്ച കുറുമ്പ്രനാട് രാജാവ് ആരാണ്? ഉത്തരം വീരവർമ്മ, പഴശ്ശിയുടെ അമ്മാവൻ. ചോദ്യം 24. കമ്പനി സർക്കാരുമായുള്ള നികുതി തർക്കത്തെ തുടർന്ന് പഴശ്ശിരാജാവ് കോട്ടയത്തുനിന്നും എങ്ങോട്ടാണ് പിൻവാങ്ങിയത്? ഉത്തരം വയനാടൻ കാടുകളിലേക്ക്. ചോദ്യം 25. 1802 പനമരം ബ്രിട്ടീഷ് കോട്ട ആക്രമിച്ചു കീഴടക്കിയ പഴശ്ശിയുടെ പടത്തലവന്മാർ ആരെല്ലാം? ഉത്തരം എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും. ചോദ്യം 26. പനമരം കോട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം ക്യാപ്റ്റൻ ഡിക്കൻസൺ. ചോദ്യം 27. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച മലബാർ സബ് കളക്ടർ ആരായിരുന്നു? ഉത്തരം തോമസ് ഹാർവി ബാബർ. ചോദ്യം 28. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ നിയോഗിച്ച പ്രമുഖ മിലിറ്ററി ഓഫീസർ ആരാണ്? ഉത്തരം ആർതർ വെൽസ്ലി, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ. ചോദ്യം 29. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലി ഇന്ത്യയിൽ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത്? ഉത്തരം പഴശ്ശി രാജാവ്. ചോദ്യം 30. 1812 നടന്ന കുറിച്യർ കലാപത്തിന് പരോക്ഷമായി പ്രചോദനമായത് ഏത് വിപ്ലവമാണ്? ഉത്തരം പഴശ്ശി വിപ്ലവം. ചോദ്യം 31. പഴശ്ശിരാജാവിന്റെ മൃതദേഹം മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയത് ഏത് വാഹനത്തിലാണ്? ഉത്തരം തോമസ് ബാബറിന്റെ പല്ലക്കിൽ. ചോദ്യം 32. പഴശ്ശിരാജാവിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഏത്? ഉത്തരം മട്ടന്നൂർ, കണ്ണൂർ. ചോദ്യം 33. പഴശ്ശിരാജ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തതാര്? ഉത്തരം ഹരിഹരൻ. തിരക്കഥ MD വാസുദേവൻ നായർ. ചോദ്യം 34. പഴശ്ശിരാജ എന്ന സിനിമയിൽ പഴശ്ശിരാജാവായി അഭിനയിച്ച നടൻ ആര്? ഉത്തരം മമ്മൂട്ടി. ചോദ്യം 35. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ക്യാമ്പസുകളിലൊന്നായ പഴശ്ശിരാജ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം മങ്ങാട്ടുപറമ്പ്, കണ്ണൂർ. ചോദ്യം 36. പഴശ്ശിരാജാവിന്റെ ജനനസ്ഥലം ഏതാണ്? ഉത്തരം കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ, കോട്ടയം, മലബാർ. ചോദ്യം 37. പഴശ്ശിരാജാവിന്റെ ജനനവർഷം ഏതാണ്? ഉത്തരം 1753 ജനുവരി 3. ചോദ്യം 38.
ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിനെതിരെ പുറപ്പെടുവിച്ച വിളംബരം ഏതു പേരിലറിയപ്പെടുന്നു? ഉത്തരം പഴശ്ശി വിളംബരം, പ്രോക്ലമേഷൻ ഓഫ് 1805. ചോദ്യം 39. പഴശ്ശിരാജാവിനെ ഒറ്റുകൊടുത്ത പ്രമുഖ പ്രാദേശിക പ്രഭുക്കൾ ആരെല്ലാം? ഉത്തരം പഴയംവീട്ടിൽ ചന്തു, ചെങ്ങോടൻ കണാരൻ. ചോദ്യം 40. ബ്രിട്ടീഷുകാർ പഴശ്ശിരാജാവിന്റെ തലയ്ക്ക് പ്രഖ്യാപിച്ച ഇനാം, സമ്മാനത്തുക എത്രയായിരുന്നു? ഉത്തരം 3000 രൂപ, 1000 പണം. ചോദ്യം 41. പഴശ്ശിരാജാവിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ഉത്തരം കൈതേരി മാക്കം, കൈതേരി ആച്ച. ചോദ്യം 42. പഴശ്ശിരാജാവിനെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ ആരംഭിച്ച പ്രത്യേക പട്ടാള താവളം ഏതാണ്? ഉത്തരം പനമരം കോട്ട. ചോദ്യം 43. 1797-ൽ ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തി പഴശ്ശിരാജാവ് നേടിയ പ്രശസ്തമായ വിജയം ഏത് ചുരത്തിൽ വെച്ചായിരുന്നു? ഉത്തരം പേര്യ ചുരം, പെരിയ പാസ്. ചോദ്യം 44. പേര്യ ചുരം യുദ്ധത്തിൽ പഴശ്ശിപ്പടയോട് തോറ്റ് ഓടിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഉത്തരം കേണൽ ഡൗ. ചോദ്യം 45. 1797-ലെ പേര്യ ചുരം യുദ്ധത്തിൽ പൂർണ്ണമായും കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് സൈനിക വിഭാഗം ഏതാണ്? ഉത്തരം മേജർ ഫോർബ്സിന്റെ നേതൃത്വത്തിലുള്ള ബോംബെ റെജിമെന്റ്. ചോദ്യം 46. പഴശ്ശി രാജാവും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ആദ്യ സന്ധി ഉണ്ടാക്കിയ വർഷം ഏത്? ഉത്തരം 1797, കണ്ണൂർ കരാർ, ജോയിന്റ് കമ്മീഷണേഴ്സ് അഗ്രീമെന്റ്. ചോദ്യം 47. പഴശ്ശി വിപ്ലവകാലത്ത് വടക്കേ മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർ ആരായിരുന്നു? ഉത്തരം വില്യം മാക്ലിയോഡ്. ചോദ്യം 48. 1802-ൽ മലബാറിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഏത് നികുതി പരിഷ്കാരമാണ് പഴശ്ശിരാജാവിനെയും കർഷകരെയും വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത്? ഉത്തരം മക്ലിയോഡിന്റെ നികുതി പരിഷ്കാരം, മക്ലൗഡ്സ് ലാൻഡ് റവന്യൂ സിസ്റ്റം. ചോദ്യം 49. പഴശ്ശിരാജാവിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് കളക്ടർ ആരാണ്? ഉത്തരം തോമസ് ഹാർവി ബാബർ, ടി.എച്ച്. ബാബർ. ചോദ്യം 50. പഴശ്ശിരാജാവിന്റെ പതനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ബ്രിട്ടീഷുകാർ എങ്ങോട്ടാണ് നാടുകടത്തിയത്? ഉത്തരം ദിണ്ടിക്കൽ, തമിഴ്നാട്. ചോദ്യം 51. പഴശ്ശിരാജാവിന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴശ്ശി സമരങ്ങൾ അല്ലെങ്കിൽ ദ റെബല്യൻ ഓഫ് പഴശ്ശി രാജ എന്ന ചരിത്രഗ്രന്ഥങ്ങൾ ആരുടെ പഠനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പ്രൊഫസർ കെ.എൻ. കുറുപ്പ്. ചോദ്യം 52. പഴശ്ശി സ്മൃതി മണ്ഡപത്തിന് സമീപം പ്രവർത്തിക്കുന്ന പഴശ്ശി മ്യൂസിയം വയനാട്ടിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മാനന്തവാടി. Thank you for watching. Thank you.